അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ടോ? ഏതായാലും MP ഉസ്താദ് നമ്മുടെ ക്ലാസ് എത്തിയിട്ടുണ്ട്. അടുത്തത് നമുക്ക് ഫത്ഹുൽ മുഈൻ ഹദീസിനെതിരെ എന്ന തുടർ ക്ലാസിന്റെ 3-ാം ഭാഗമാണ് നിസ്കാരാനന്തര കൂട്ടുപ്രാർത്ഥന. ഈ ടെസ്റ്റ് എല്ലാവരും മറ്റുള്ള ക്ലാസ് റൂമുകളിലൊക്കെ കൊണ്ട് പേസ്റ്റ് ചെയ്ത് എല്ലാവരെയും അവരവരുടെ കോൺടാക്ട് ലിസ്റ്റുകളൊക്കെ ഇൻവൈറ്റ് ചെയ്യുക. ഉസ്താദ് കേൾക്കുന്നുണ്ടോ? MP ഉസ്താദ് മൈക്ക് ബഹുമാനപൂർവ്വം ഉസ്താദിനെ മൈക്കിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ബഹുമാന്യരായ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഫത്ഹുൽ മുഈൻ ഹദീസിന് വിരുദ്ധമോ എന്ന ചർച്ചയുടെ ഭാഗമായിട്ട് ഇന്ന് നിസ്കാരാനന്തര കൂട്ടുപ്രാർത്ഥന എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ചർച്ചക്കിടുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യമാക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാനും കേൾക്കാനും വിലയിരുത്താനും സത്യം ഗ്രഹിക്കാനും അസത്യത്തെ ശരിയായ വിധത്തിൽ നേരിടാനും അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്ത സുഹൃത്തുക്കൾക്കും സഹോദരങ്ങൾക്കും ഒക്കെ അല്ലാഹു അവരുടെ ഉദ്ദേശങ്ങളും മുറാദുകളും ഹാസിലാക്കി കൊടുക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വ്യാപകമായി ഫത്ഹുൽ മുഈൻ എന്ന് പറയുന്ന ശാഫിഈ മദ്ഹബിലെ പ്രസിദ്ധമായ പ്രബലമായ ഗ്രന്ഥം മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹുവിന്റെ പരിശുദ്ധമായ കരങ്ങളാൽ വിരചിക്കപ്പെട്ട ആ ഗ്രന്ഥത്തിന്റെ ചില ഭാഗങ്ങൾ അടർത്തിയെടുത്തുകൊണ്ട് ഫത്ഹുൽ മുഈൻ നിസ്കാരാനന്തര കൂട്ടുപ്രാർത്ഥന എതിർക്കുകയാണ് ചെയ്യുന്നത് എന്ന ബാലിശമായ പച്ചക്കള്ളം ഇവിടെ സലഫി സർക്കാർ സംസാരിക്കാറുണ്ട്. വഹാബി സലഫിസത്തിന്റെ ഈ ആൾക്കാർ യഥാർത്ഥത്തിൽ പലരും അവർ ഈ വിഷയത്തിൽ ഇടപെടുന്നത് സ്വന്തമായി ഫത്ഹുൽ മുഈൻ കാണാനോ കേൾക്കാനോ അറിയാനോ ചിന്തിക്കാനോ വായിച്ചു നോക്കാനോ സാധിക്കാത്തവരാണ്. അവർ ഇതിനെ അവലംബിക്കുന്നത് മലയാളത്തിൽ ഈ വിഷയത്തിൽ വാലും തലയും കട്ടുമുറിച്ചുകൊണ്ട് എഴുതപ്പെട്ട ചില പുസ്തകങ്ങളുടെ വരികൾ അതുമാത്രമാണ് അവരുടെ ഏറ്റവും വലിയ പ്രമാണം, ഏറ്റവും വലിയ അവലംബം. ഈ രൂപത്തിൽ വളരെ പരിതാപകരമായ രൂപത്തിൽ വളരെ പരിഹാസ്യമായ രൂപത്തിലാണ് ഈ വിഷയത്തിൽ സലഫി സർക്കാർ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സലഫി സർക്കാരുടെ ഈ ദുഷ്പ്രചാരണം ശരിയായ വിധത്തിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഞാൻ വിഷയത്തിലേക്ക് തന്നെ പ്രവേശിക്കാം. ഫത്ഹുൽ മുഈനിൽ എന്താണ് ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത്? ബഹുമാനപ്പെട്ട സയ്യിദ് മഖ്ദൂം റളിയല്ലാഹു അൻഹു ഫത്ഹുൽ മുഈനിൽ നിസ്കാരത്തിന്റെ അധ്യായത്തിൽ അതിന്റെ അവസാന ഭാഗത്ത് പറയുകയാണ്,
വസുന്ന ദിക്റുൻ വദുആഉൻ സിർറൻ അഖിബഹ. നിസ്കാരം കഴിഞ്ഞ ഉടനെ പതുക്കെ ദിക്റ് ചൊല്ലലും ദുആ ചെയ്യലും സുന്നത്താണ്. നിസ്കാരം കഴിഞ്ഞ ഉടനെ പതുക്കെ എന്ന് പറഞ്ഞാൽ സ്വന്തം ശരീരം കേൾപ്പിക്കുന്ന വിധത്തിൽ എന്നാണ് ഇതിന്റെ അർത്ഥം. ഈ സ്ഥലത്ത് സിർറൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതാണ്. ദിക്റ് ചൊല്ലലും ദുആ ചെയ്യലും സുന്നത്താണ്. ഐ അതായത് യുസന്നിൽ ഇസ്റാറു ബിഹിമ, ദിക്റ് ദുആ എന്നിവ കൊണ്ട് പതുക്കെയാക്കൽ സുന്നത്താണ്. ആർക്കൊക്കെ? ഈ മുൻഫരിദിൻ ഒറ്റക്ക് നിസ്കരിക്കുന്നവന്, മഅ്മൂമിൻ വ ഇമാമിൻ, ഇമാമിനും പതുക്കെയാണ് ദുആക്കൽ സുന്നത്തായത്. എങ്ങനെയുള്ള ഇമാം? തനിച്ച് നിസ്കരിക്കുന്നവൻ പതുക്കെയാണ് ദുആ ചെയ്യേണ്ടത്. അതുപോലെ മഅ്മൂമും പതുക്കെയാണ് ദുആ ചെയ്യേണ്ടത്. ഇമാം പതുക്കെയാണ് ദുആ ചെയ്യേണ്ടത്. എങ്ങനെയുള്ള ഇമാം? ലം യുരിദ് തഅലീമൽ ഹാദിരീന, അവിടെ ഹാജരായ മഅ്മൂമിങ്ങളെ ദുആഇന്റെ വചനങ്ങൾ, ദിക്റിന്റെ വചനങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക എന്ന് ഉദ്ദേശിക്കാത്ത, വലാ തഅ്മീനഹും, അവർ ആമീൻ പറയുന്നതിനെയും ഉദ്ദേശിക്കാത്ത, ലി ദുആഇഹി, തന്റെ ദുആക്ക് വേണ്ടി, ലി സമാഇഹി, തന്റെ ദുആ മഅ്മൂമുകൾ കേൾക്കൽ കൊണ്ട്. അപ്പൊ മഅ്മൂമുകൾ തന്റെ ദുആ കേൾക്കും. ആ ദുആക്ക് മഅ്മൂമികൾ ആമീൻ എന്ന് ചൊല്ലും എന്നുണ്ടെങ്കിൽ ആ ദുആഇനെ ഇമാമ് ഉറക്കയാക്കൽ. ഉറക്ക എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ഹാജരായ മഅ്മൂമുകളെ കേൾപ്പിക്കുന്ന വിധത്തിൽ ഉറക്കെ ദുആ ചെയ്യൽ സുന്നത്താണ്. ഫത്ഹുൽ മീനാണ് പറയുന്നത്. നിസ്കാരാനന്തരമുള്ള ദുആ എന്ന് പറയുമ്പോൾ ഏത് ദുആയും വളരെ അഫ്ളലായ ദുആയാണ്. അല്ലാഹുവിനോട് ദുആ ഇറക്കുക എന്നുള്ളത് ഇബാദത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമേറിയതാണ്, വളരെ പ്രധാനപ്പെട്ട ഇബാദത്തുമാണ്. ആ ഇബാദത്താകുന്ന ദുആ നിസ്കാരശേഷം കൂടുതൽ സുന്നത്തുള്ളതും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്നതും കൂടുതൽ പുണ്യമുള്ളതുമാണ്. ഫത്ഹുൽ മുഈനിൽ തുടരുകയാണ്. വറദ ഫീഹിമ, നിസ്കാരാനന്തരം ചെയ്യുന്ന ദിക്റിലും ദുആയിലും വന്നിരിക്കുന്നു അഹാദീസ് കസീറത്തുൻ, ഒട്ടനേകം ഹദീസുകൾ വന്നിട്ടുണ്ട്. ദക്കർത്ത് ജുംലത്തൻ മിൻഹ, അവയിൽ നിന്ന് നല്ലൊരു കൂട്ടത്തെ പറഞ്ഞിട്ടുണ്ട്. ഫീ കിതാബി, എന്റെ കിതാബായ ഇർശാദുൽ ഇബാദ് എന്ന കിതാബിൽ. ഫത്ലുബുഹു, അത് നീ തേടിക്കൊള്ളുക. ഫഇന്നഹു മുഹിമ്മുൻ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നബി ഉമാമത്ത് റളിയല്ലാഹു അൻഹു, ഇമാം തുർമുദി അവർക്ക് സുനനിൽ റിപ്പോർട്ട് ചെയ്തു അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട്. ഖാല, അബൂ ഉമാമ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി പറയുകയാണ്, ഖീല ലറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കപ്പെട്ടു, അയ്യു ദുആഇ അസ്മഉ, ദുആഇൽ വെച്ച് ഏതാണ് ഏറ്റവും അസ്മഅയത്? അസ്മഉ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ബഹുമാനപ്പെട്ട സയ്യിദുൽ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഫത്ഹുൽ മുഈനിൽ പറയുകയാണ്, ഐ അഖ്റബു ഇലൽ ഇജാബത്തി, ഉത്തരം കിട്ടാൻ ഏറ്റവും അടുത്തത് ഏതാണ്? ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ജൗഫൽ ലൈലി വ ദുബുറ അസ്സലവാത്തിൽ മക്തൂബാത്ത്, രാത്രിയുടെ ഉള്ളിൽ അഥവാ പാതിരാവ് കഴിഞ്ഞതിനു ശേഷം ഫർദ് നിസ്കാരത്തിന്റെ പിറകിലും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ഫത്ഹുൽ മുഈനിൽ തുടരുകയാണ്, വറവ ശൈഖാനി അൻ അബീ മൂസാ അന്നഹു ഖാല കുന്നാ മഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫകുന്നാ ഇദാ അശ്റഫ്നാ അലാ വാദിൻ ഹല്ലൽനാ വകബ്ബർനാ വർതഫഅത് അസ്വാതുനാ. അബൂ മൂസൽ അശ്ശരിയെ തൊട്ട് ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുകയാണ്. അബൂ മൂസൽ അശ്ശരി പറയുന്നു, ഞങ്ങൾ റസൂലുള്ളാഹിയുടെ കൂടെ ഒരു യാത്രയിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു മലഞ്ചെരുവിന്റെ മുകളിൽ കയറുമ്പോൾ ഞങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലും, തക്ബീറും ചൊല്ലും. അപ്പോൾ ഞങ്ങളുടെ ശബ്ദങ്ങൾ ഉയരുകയും ചെയ്യും. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, ഇർബഉ അലാ അൻഫുസികും, നിങ്ങൾ നിങ്ങളുടെ ദേഹങ്ങൾക്കുമേൽ നിങ്ങൾ മിതത്വം പുലർത്തുക. ഫഇന്നകും ലാ തദ്ഊന അസമ്മ വലാ ഗായിബൻ, നിങ്ങൾ ചെവി കേൾക്കാത്ത അതുപോലെ അപ്രത്യക്ഷനായ ഒരു റബ്ബിനെയല്ല നിങ്ങൾ ദുആ ചെയ്യുന്നത്.
നിങ്ങൾ വിളിക്കുന്നത്. അപ്പോ ആ റബ്ബ് കേൾക്കാൻ കുറെ ഉറക്കത്തിൽ, ആ റബ്ബ് കേൾക്കുവാൻ എന്ന ഉദ്ദേശത്തിൽ ഉറക്കെ വിളിക്കണം എന്നില്ല, ഉറക്കെ ദുആ ചെയ്യണം എന്നില്ല, ഉറക്കെ ദിക്ർ ചെയ്യണം എന്നില്ല. അപ്പൊ റബ്ബിനോട് ഉറക്കെ ദ്വാർക്കുക, റബ്ബ് കേൾക്കാൻ വേണ്ടി ഉറക്കെ ദിക്ർ ചൊല്ലുക എന്ന ഒരു കാര്യത്തിന്റെ ആവശ്യമില്ല. കാരണം റബ്ബ് നഹ്നു അഖ്റബു ഇലൈക്കും മിൻ ഹബ്ലിൽ വരീദ് എന്നല്ലേ, കണ്ണാടി നരമ്പിനേക്കാൾ നമ്മളോട് വളരെ സമീപസ്ഥനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. ഇന്നഹു ഹകീം, അല്ലാഹു ഹകീമാണ്, സമീഉൻ അവൻ നന്നായി കേൾക്കുന്നവനാണ്, ഖരീബുൻ അവൻ അടുത്തവനാണ്. ഇഹ്തജ ബിഹിൽ ബൈഹഖി വഗൈറുഹു, ഇമാം ബൈഹഖിയും അല്ലാത്തവരും ഈ ഹദീസ് വെച്ച് ലക്ഷ്യം പിടിച്ചു ലിൽ ഇസ്റാരി ബിദ്ദിക്രി വദ്ദുആഇ, ദിക്ർ ദുആ എന്നിവയെ കൊണ്ട് പതുക്കെയാക്കണമെന്നുള്ളത്. അത് നിസ്കാരാനന്തരം എന്ന് മാത്രമല്ല, അല്ലാത്ത സന്ദർഭത്തിലും അങ്ങനെ തന്നെ. ഇത് പറഞ്ഞതിന് ശേഷം ഫത്ഹുൽ മുഈനിൽ തുടരുകയാണ്. വഖാലൽ ഇമാം ശാഫിഈ ഫിൽ ഉമ്മി, ഇമാം ശാഫിഈ തങ്ങൾ ഉമ്മിൽ പറഞ്ഞു, അഖ്താറു ലിൽ ഇമാമി വൽ മഅ്മൂമി, ഇമാമിനും മഅ്മൂമിനും ഞാൻ പ്രബലപ്പെടുത്തുന്നു, അൻ യദ്കുറല്ലാഹ തആല ബഅദ അസ്സലാമി മിനസ് സ്വലാത്തി വയഖ്ഫിയ അദ്ദിക്റ, സലാം വീട്ടിയതിനു ശേഷം, നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടിയതിനു ശേഷം അവർ രണ്ടാളുകളും അല്ലാഹുവിനെ ദിക്ർ ചൊല്ലണം. ആ ദിക്റിനെ അവര് പതുക്കെയാക്കുകയും വേണം. ഇല്ലാ അൻ യകൂന ഇമാമൻ, അവൻ ഇമാമായാലിരിക്കും. എങ്ങനത്തെ ഇമാം? യുരീദു അൻ യുതഅല്ലമ മിൻഹു, തന്റെ ദുആഇന്റെയും ദിക്റിന്റെയും വാചകങ്ങൾ മറ്റുള്ളവർ പഠിക്കണം എന്ന് ഉദ്ദേശിക്കുന്ന ഇമാമായാലിരിക്കും. ഫയജ്ഹറു, അപ്പോൾ ആ ഇമാമ് ഉറക്കെ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനോട് ഉറക്കെ ചെയ്യണം എന്നല്ല, ഈ മഅ്മൂമുകൾ കേൾക്കുവാൻ വേണ്ട വിധത്തിൽ ഉറക്കെയാക്കണം. ഹത്താ യറ, അങ്ങനെ ആ ഇമാം അഭിപ്രായപ്പെടുന്നത് വരെ അന്നഹു ഖദ് തുഅല്ലിമ മിൻഹു, തന്നിൽ നിന്ന് ആ ദിക്ർ ദുആഇന്റെ വാക്കുകൾ പഠിക്കപ്പെട്ടു എന്ന് ഉറപ്പാക്കപ്പെടുന്നത് വരെ. സുമ്മ യുസ്റു, പിന്നെ അവൻ പതുക്കെയാണ് ചെയ്യേണ്ടത്. ഫഇന്നല്ലാഹു തആല കാരണം അല്ലാഹു തആല എപ്പോഴും പറയുന്നു, വലാ തജ്ഹർ ബിസ്വലാത്തിക വലാ തുഖാഫിത് ബിഹാ, നിസ്കാരം കൊണ്ട്, ബിസ്വലാത്തിക എന്ന് പറഞ്ഞാൽ നിസ്കാരം കൊണ്ട് എന്നും തഫ്സീറുണ്ട്, ദുആ കൊണ്ട് എന്നും തഫ്സീറുണ്ട്. അപ്പൊ ദുആ കൊണ്ട് അല്ലെങ്കിൽ നിസ്കാരം കൊണ്ട് നീ ഉറക്കയാക്കണ്ട, അതുകൊണ്ട് നീ പരമ രഹസ്യവും ആക്കണ്ട. അന വല്ലാഹു അഅലം, ഇവിടെ അല്ലാഹു ഉദ്ദേശിച്ചത് ദുആഇനെയാണ്. വലാ, അതിന്റെ അർത്ഥം വലാ തജ്ഹർ ഹത്താ തുസ്മിഅ ഗൈറക വലാ തുഖാഫിത് ഹത്താ ലാ തുസ്മിഅ നഫ്സക, മറ്റുള്ളവർ കേൾക്കുന്ന രൂപത്തിൽ ഉറക്കയാക്കുകയും വേണ്ട, എന്നാൽ താൻ തന്നെ കേൾക്കാത്ത വിധത്തിൽ പരമരഹസ്യവും ആക്കണ്ട. എന്താ ഷാഫിമാൻ പറഞ്ഞത് കഴിഞ്ഞു. ഇതാണ് ആമുഖമായിട്ട് ആ വിഷയത്തിൽ ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല പറഞ്ഞത്. അഥവാ ഇമാമാണെങ്കിലും മഅ്മൂമാണെങ്കിലും തനിച്ച് നിസ്കരിക്കുന്നവനാണെങ്കിലും നിസ്കാരാനന്തരമുള്ള ദിക്ർ ദുആയും ഉറക്കെയാണ്, അല്ല പതുക്കെയാണ് നിർവഹിക്കേണ്ടത്. എന്നാൽ തന്നിൽ നിന്ന് മഅ്മൂമിങ്ങൾക്ക് ദിക്റിന്റെയും ദുആഇന്റെയും പ്രാർത്ഥനകളും ദിക്റുകളും അതിന്റെ വാചകങ്ങൾ പഠിക്കുന്നുണ്ട് എന്ന് ഉദ്ദേശിച്ചിട്ടാണെങ്കിൽ അവർ കേൾക്കാൻ വേണ്ടി ഉറക്കെയാക്കണം. അല്ല എങ്കിൽ അതുപോലെ തന്നെ മഅ്മൂമികൾ ആമീൻ ചൊല്ലാനുണ്ടെങ്കിൽ അപ്പോഴും ഇമാം ഉറക്കെയാണ് ചെയ്യേണ്ടത്, ഉറക്കെയാണ് ദുആർക്കേണ്ടത് എന്ന് ആരാണിത് പറയുന്നത്? ബഹുമാനപ്പെട്ട ഇമാം സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ ഈ വിഷയത്തിൽ പറയുകയാണ്, ഫുറൂഉൻ, ഇത് ചില അനുബന്ധങ്ങളാണ്. യുസന്നഫ്തിതാഹു ദുആ, ദുആഇന്റെ സുന്നത്തുകളാണ് പറയുന്നത്. ദുആ ആരംഭിക്കൽ സുന്നത്താണ് ബിൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ് കൊണ്ട്. വസ്സലാത്തി അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സലാത്ത് ചൊല്ലിക്കൊണ്ടും ദുആ തുടങ്ങണം, അത് സുന്നത്താണ്. വൽ ഖത്മു ബിഹിമാ, ഈ ഹംദ് കൊണ്ടും സലാത്ത് കൊണ്ടും ദുആഇനെ അവസാനിപ്പിക്കലും സുന്നത്താണ്. വബി ആമീൻ, ആമീൻ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കലും സുന്നത്താണ്. എന്തും സുന്നത്താണ്. വതഅ്മീനു മഅ്മൂമിൻ സമിഅ ദുആ അൽ ഇമാമി, ഇമാമിന്റെ ദുആ കേൾക്കുന്ന മഅ്മൂമികൾ ആമീൻ ചൊല്ലലും സുന്നത്താണ്. വഇൻ ഹഫിള ദാലിക, മഅ്മൂമിന് ദുആ കാണാപാഠമുണ്ടെങ്കിലും ശരി. വറഫ്ഉ യദൈഹി ത്വാഹിറത്തൈനി, നജസില്ലാത്ത ശുദ്ധിയുള്ള രണ്ട് കൈകളെയും ഹദവ മങ്കിലൈഹി, ചുമരിന്റെ നേർക്ക് ഉയർത്തലും സുന്നത്താണ്.
വമസഹുൽ വജ്ഹി ബിഹിമാ, രണ്ട് കൈകൾ കൊണ്ടും തടവലും സുന്നത്താണ്. ബഅദഹു ആ ദുആഇന് ശേഷം മുഖം തടവലും സുന്നത്താണ്. വസ്തിഖ്ബാലുൽ ഖിബ്ലത്തി ഹാലത്ത ദിക്രി വദ്ദുആഇ, ദുആഇന്റെയും ദിക്റിന്റെയും സന്ദർഭത്തിൽ ഖിബ്ലക്ക് മുന്നിടലും സുന്നത്താണ്. എപ്പോഴാണ് ഖിബ്ലക്ക് മുന്നിടൽ സുന്നത്തായത്? ഇൻകാന മുൻഫരിദൻ ഔ മഅ്മൂമൻ, അവൻ തനിച്ച് നിസ്കരിക്കുന്നവനാണെങ്കിൽ അല്ലെങ്കിൽ മഅ്മൂമാണ്. അപ്പൊ ഇത്രയും പറഞ്ഞതിൽ നിന്ന് കൂട്ടുപ്രാർത്ഥനയെ, നിസ്കാരാനന്തര കൂട്ടുപ്രാർത്ഥനയെ സംബന്ധിച്ച് ഫത്ഹുൽ മുഈൻ വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിച്ചു. എന്താണ് കൂട്ടുപ്രാർത്ഥന എന്ന് പറഞ്ഞാല്? കൂട്ടുപ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഒരാൾ ദുആ ചെയ്തുകൊണ്ട് ബാക്കിയുള്ളവർ ആമീൻ പറയുക എന്നുള്ളതാണ്. അതാണ് കൂട്ടുപ്രാർത്ഥന എന്ന് വെച്ചാൽ ഒരാളുടെ ദുആയിലേക്ക് മറ്റുള്ളവർ കൂടുക, കൂട്ടമായി എല്ലാവരും കൂടി പ്രാർത്ഥിക്കുക എന്നുള്ളതല്ല. ഒരാൾ ദുആ ചെയ്യുമ്പോൾ മറ്റുള്ളവരെ ആമീൻ ചൊല്ലിക്കൊണ്ട് അതിലേക്ക് കൂടുക, അതാണ് കൂട്ടുപ്രാർത്ഥന എന്ന് പറയുന്നത്. കൂട്ടുപ്രാർത്ഥന അത് നിസ്കാരാനന്തരവും സുന്നത്താണ്, അല്ലാത്ത സന്ദർഭത്തിലും സുന്നത്താണ്. അപ്പൊ നിസ്കാരാനന്തരം എന്ന് പറഞ്ഞാൽ സലാം വീട്ടിയ ശേഷം ദിക്റുകൾ ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നീട് ഇമാമും ആവട്ടെ, ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നവരാവട്ടെ, മൗമൂമാവട്ടെ, പതുക്കെയാണ് ദിക്ർ ദുആകൾ നിർവഹിക്കൽ സുന്നത്തായത് എന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴൊഴികെ മൗമൂമിങ്ങൾക്ക് പഠിപ്പിക്കാനോ അല്ലെങ്കിൽ അവർ ആമീൻ ചൊല്ലിപ്പിക്കാനോ ഉദ്ദേശ്യമുണ്ടെങ്കിൽ അപ്പോൾ ഇമാമ് ഉറക്കെ ദുആ ചെയ്യൽ സുന്നത്താണ്. റസൂലുള്ളാഹി പറഞ്ഞത് മൗമൂമിങ്ങൾ തന്നിൽ നിന്ന് ദുആഇന്റെയും ദിക്റിന്റെയും വാരിദായ വചനങ്ങൾ പഠിക്കണം എന്നുദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ അവർ ആമീൻ ചൊല്ലണം എന്നുദ്ദേശിക്കുന്നുണ്ടെങ്കിലും ഈ രണ്ട് സന്ദർഭത്തിലും ഇമാമ് ഉറക്കെയാണ് ദുആ ചെയ്യേണ്ടത്. ഇതാരാ പറയുന്നത്? ഇത് മഹാനായ ഇമാം സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഇത് ഇമാമ് ഉറക്കെ ദുആർക്കണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഈ മഅ്മൂമികൾ എന്ത് ചെയ്യണം? ഇമാമിന്റെ ദുആ കേൾക്കുന്ന മഅ്മൂമിങ്ങൾ ആമീൻ എന്ന് ചൊല്ലലും സുന്നത്താണ്. ഇതോടുകൂടി കൂട്ടുപ്രാർത്ഥനയെ സംബന്ധിച്ച് അഥവാ നിസ്കാരാനന്തരം ഇമാമിന്റെ ദുആക്ക് മഅ്മൂമുകൾ ആമീൻ ചൊല്ലുക എന്ന സമ്പ്രദായം ഫത്ഹുൽ മുഈൻ വളരെ കൃത്യമായി ഖണ്ഡിതമായി യാതൊരു വ്യാഖ്യാനത്തിനോ ദുർവ്യാഖ്യാനത്തിനോ പഴുതൊന്നും കൊടുക്കാതെ അവിടെ വിശദീകരിച്ചു കഴിഞ്ഞു. ആ അധ്യായം അവിടെ കഴിഞ്ഞു. നിസ്കാരാനന്തര കൂട്ടുപ്രാർത്ഥനയെ സംബന്ധിച്ചുള്ള ചർച്ച അവിടെ അവസാനിച്ചു. ഇനി ഫത്ഹുൽ മുഈനിൽ പറയുന്നത് നിസ്കാരാനന്തരം എഴുന്നേറ്റു പോകലാണ് എന്ന് ജൽപ്പിക്കുന്നവർ, ഇമാമു മൗമൂമിങ്ങളൊക്കെ അവിടുന്ന് നീച്ചു മണ്ടലാണ് എന്ന് ജൽപ്പിക്കുന്ന വഹാബി സലഫി സർക്കാർ, അവർ വളരെ വളരെ മോശമായ, വളരെ നിരുത്തരവാദപരമായ മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹുവിന്റെ ഫത്ഹുൽ മുഈനിന്റെ പേരിൽ വളരെ മോശമായ രൂപത്തിലുള്ള ദുഷ്ടമായ പ്രചാരണങ്ങളാണ് അവരുടെ അനുയായികൾക്കിടയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ അനുയായികൾക്കാണെങ്കിലോ ഫത്ഹുൽ മുഈൻ ഒന്ന് മറിച്ചു നോക്കാനുള്ള വൈജ്ഞാനികമായിട്ടോ അല്ലെങ്കിൽ എൽമിയായതോ ആയ ഒരു ത്രാണിയും ശേഷിയും ഇല്ല താനും. അപ്പൊ ഇങ്ങനെ ഒരു വിവരവുമില്ലാത്ത അണികളെ ഒരുപാട് കാലം ഒരുപാട് നുണ പറഞ്ഞ് പിടിച്ചു നിർത്തുക എന്നുള്ള രീതിയാണ് അവരുടെ സലഫിസത്തിന്റെ മൗലവിമാര് ഒരുപാട് കാലങ്ങളായിട്ട് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇത്രയും വായിച്ച് വിശദീകരിച്ചതിൽ നിന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കി, ഇമാമ് മഅ്മൂമിങ്ങളുടെ ആമീൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, അതുപോലെ അവർ തന്നിൽ നിന്ന് പഠിക്കണം എന്നുദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഉറക്കെയാണ് ദുആ ചെയ്യേണ്ടത്. അതാണ് ഇമാമിന് സുന്നത്ത്. അങ്ങനെ ഇമാമ് ഉറക്കെ ദുആ ചെയ്യുമ്പോൾ ഇമാമിന്റെ ദുആഇന്റെ ശബ്ദം കേൾക്കുന്ന മഅ്മൂമിങ്ങൾ ആമീൻ ചൊല്ലലും സുന്നത്താണ്. അതോടുകൂടി തീർന്നില്ലേ? അതന്നല്ലേ കൂട്ടുപ്രാർത്ഥന എന്ന് പറയുന്നത്? ഇമാമിന്റെ ദുആക്ക് മഅ്മൂമിങ്ങൾ ആമീൻ ചൊല്ലിക്കൊണ്ട് കൂടുക എന്നുള്ളത് അത് ഇവിടെ വളരെ കൃത്യമായത് അതിവിടെ അംഗീകരിക്കുകയും അതിന്റെ വിധി സുന്നത്താണ് എന്ന് ഫത്ഹുൽ മുഈനിൽ കൃത്യമായി രേഖപ്പെടുത്തുകയും ചെയ്തു. ഇനി എന്തിനാണ് അവിടെ തർക്കിക്കുന്നത്? ഇനി എന്തിനാണ് അവിടെ ഫത്ഹുൽ മുഈനിൽ പറയുന്നത് നീച്ച് എഴുന്നേറ്റ് പോവലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ വിഷയത്തിൽ എന്തിനു നിങ്ങൾ തർക്കിക്കണം? എന്തിനു നിങ്ങൾ ദുർവ്യാഖ്യാനിക്കണം? എന്തിനു നിങ്ങൾ ഇങ്ങനെ ഇത് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ അനുയായികളെ നിരന്തരമായി പറ്റിച്ചുകൊണ്ടിരിക്കണം എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ ചോദിക്കാനുള്ളത്. പിന്നെ അവിടെ ചില സംശയങ്ങളും ചില ചോദ്യങ്ങളൊക്കെ പല ആളുകളും പറയാറുണ്ട്. എന്താ പറയാറുള്ളത്? ഒരാൾ വാർന്ന് ബാക്കിയുള്ളവർ ആമീൻ പറഞ്ഞതുകൊണ്ട് ഈ ആമീൻ പറഞ്ഞ ആളുകൾക്ക് എന്തെങ്കിലും അയാൾക്ക് ദുആഇന്റെ കൂലി കിട്ടുമോ? നിസ്കാരാനന്തരമുള്ള ദുആ ഏറ്റവും പുണ്യമേറിയതാണ് എന്ന് നേരത്തെ ഞാൻ പറഞ്ഞു. എന്നിരിക്കെ ആമീൻ പറയുന്ന മഅ്മൂമിങ്ങൾക്ക് ദുആ ചെയ്ത കൂലി കിട്ടുമോ എന്നുള്ളതായിരിക്കും. ആമീനെ പറ്റി ദുആ എന്ന് പറയാൻ പറ്റുമോ
അതൊക്കെ പ്രാഥമികമായ ഇസ്ലാമിക ജ്ഞാനമുള്ള ആളുകൾക്ക് പോലും അതിന്റെ മറുപടി അറിയാം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ നമ്മെ പഠിപ്പിച്ചു. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത്? وقال موسى ربنا إنك آتيت فرعون وملأه زينة وأموالا في الحياة الدنيا ربنا ليضلوا عن سبيلك ربنا اطمس على أموالهم واشدد على قلوبهم فلا يؤمنوا حتى يروا العذاب. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം, മൂസാ നബി അലൈഹി സ്വലാം അല്ലാഹുവിനോട് ദുആ ചെയ്തു. ആരാ ദുആ ചെയ്യുന്നത്? മൂസാ നബി. എന്താ ദുആ ചെയ്യുന്നത്? ഞങ്ങളുടെ റബ്ബേ, തീർച്ചയായിട്ടും നീ ഫിർഔനിനും അനുയായികൾക്കും ധാരാളം അലങ്കാരവും സമ്പത്തും അവരുടെ ഭൗതിക ജീവിതത്തിൽ നീ കൊടുക്കും. ഞങ്ങളുടെ റബ്ബേ, നിന്റെ മാർഗത്തിന് തൊട്ട് ജനങ്ങളെ അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. റബ്ബേ, അവരുടെ മുതലുകൾ നശിപ്പിക്കണമേ, അവരുടെ ഹൃദയങ്ങൾക്കുമേൽ കാഠിന്യം ചെയ്യണേ, അദാബ് കാണുന്നത് വരെ അവർ മുഅ്മിനീങ്ങളാവൂല എന്നിങ്ങനെ ആരാ ദുആ ചെയ്യുന്നത്? മൂസാ നബി മാത്രമാണ് ദുആ ചെയ്യുന്നത്. എന്നിട്ട് അടുത്ത ആയത്തിൽ അല്ലാഹു പറയാം, അല്ലാഹു തആല പറഞ്ഞു, ഖദ് ഉജീബത് ദഅവതുകുമാ, നിങ്ങൾ രണ്ടാളുകളുടെയും ദുആക്ക് ഉത്തരം ചെയ്യപ്പെട്ടു. അതുകൊണ്ട് ഫസ്തഖീമാ, നിങ്ങൾ ചൊവ്വായി നിൽക്കുക, വലാ തത്തബിആനി സബീലല്ലദീന ലാ യഅലമൂന, വിവരമില്ലാത്ത ആളുകളുടെ മാർഗത്തോട് നിങ്ങൾ രണ്ടുപേരും പിന്തുടർന്നു പോകരുത്. തൊട്ടടുത്ത ആയത്തിൽ പറയുകയാണ്. ഇവിടെ ദുആ ചെയ്തത് ربنا إنك آتيت فرعون وملأه زينة وأموالا في الحياة الدنيا ربنا ليضلوا عن سبيلك ربنا اطمس على أموالهم എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നത് ആരാണ്? മൂസാ നബിയാണ്. അതേസമയത്ത് അല്ലാഹു കൊടുക്കുന്ന മറുപടി എന്താണ്? ഖദ് ഉജീബത് ദഅവതുകുമാ, നിങ്ങൾ രണ്ടാളുകളുടെയും ദുആഇന് ഉത്തരം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നാണ്. ഇവിടെ എവിടെയാണ് രണ്ടാളും ദുആ ചെയ്യുന്നത്? ഇതിന്റെ തഫ്സീറുകൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. എന്താണ്? ഇമാം സുയൂത്തി റളിയല്ലാഹു തആല അൻഹു എന്താണ് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയാൻ, ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു അദ്ദുറുൽ മൻസൂർ തഫ്സീർ ദുറുൽ മൻസൂർ ഉദ്ധരിക്കുകയാണ്. ആരത്തൊട്ട്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട്. കാന മൂസ അലൈഹിസ്സലാം ഇദാ ദഅ, മൂസാ നബി അലൈഹിസ്സലാം ദുആ ചെയ്യുമ്പോൾ അമ്മന ഹാറൂൻ അലാ ദുആഇഹി, ഹാറൂൻ നബി അലൈഹിസ്സലാം ആമീൻ ചൊല്ലുകയായിരുന്നു. എന്ന് വെച്ചാൽ യഖൂലു ആമീൻ, ആമീൻ പറയുകയായിരുന്നു. അതുപോലെ തന്നെ മുഹമ്മദ് ബിൻ കഅബ് ഖുറബി റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുകയാണ്, കാന മൂസ യദഉ വഹാറൂനു യുഅമ്മിനു വദ്ദാഇ വൽ മുഅമ്മിനു ശരീകാനി, ദ്വാർക്കുന്നയാളും ആമീൻ പറയുന്ന ആളും പ്രതിഫലത്തിൽ തുല്യരാണ്. രണ്ടാൾക്കും ദ്വാർന്ന കൂലി കിട്ടും. അല്ലാതെ ഇമാമിന് മാത്രം ദ്വാർന്ന കൂലി, മൗമൂമികൾക്ക് കൂലി ഇല്ല എന്നല്ല മനസ്സിലാക്കേണ്ടത്. രണ്ടുപേരുടെയും ദുആ തന്നെയാണ്. രണ്ടുപേരും ശരീകാനി. ഇബ്നു സയ്യിദ് റളിയല്ലാഹു തആല അൻഹു പറയാൻ എന്താ പറയുന്നത്? ഖദ് ഉജീബത് ദഅവതുകുമാ എന്ന് പറഞ്ഞാൽ ഫസ്വാറത് തഅ്മീനു ദഅവതൻ സ്വാറ ശരീകഹു ഫീഹാ, ഹാറൂൻ നബി അലൈഹിസ്സലാം നടത്തിയ ആമീൻ എന്നുള്ളത് ദുആ തന്നെയാണ്. മൂസാ നബിയുടെ ദുആയിൽ ഹാറൂൻ നബിയും ഇവിടെ പങ്കാളിയായി. അപ്പൊ ഒരാളുടെ ദുആക്ക് മറ്റുള്ളവർ ആമീൻ ചൊല്ലുക എന്നുള്ളത് എന്തു തന്നെയാണ്? ദുആ തന്നെയാണ്. അപ്പൊ അവിടെ ഇമാമും ദുആ ചെയ്തു, മൗമൂമിങ്ങളും ദുആ ചെയ്തു. എല്ലാവർക്കും നിസ്കാരാനന്തര ദുആ എന്നുള്ള അല്ലാഹുവിനോടുള്ള ഇബാദത്ത്, അല്ലാഹുവിന്റെ കൽപ്പനയ്ക്ക് വഴിപ്പെട്ടുകൊണ്ടുള്ള ആ മഹത്തായ ഇബാദത്ത് നിർവഹിക്കുന്നതിൽ പങ്കാളിത്തം ലഭിച്ചു. ഇതെന്തുകൊണ്ട് ഇവിടുത്തെ സലഫിസക്കാർ മനസ്സിലാക്കുന്നില്ല? സലഫിസത്തിന്റെ വക്താക്കൾ ഇതെന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? എന്തുകൊണ്ട് അവർ ചിന്തിക്കുന്നില്ല? അവർ ഖുർആനിലേക്ക് മടങ്ങണം, ഖുർആനിന്റെ തഫ്സീറുകളിലേക്ക് മടങ്ങണം. മഹാന്മാരായ അയിമ്മത്തുകൾ അവരുടെ കിതാബുകളിൽ നമ്മെ പഠിപ്പിച്ചു തന്ന തുറന്ന ആശയത്തിലേക്ക് അവർ തിരിച്ചു വരണം. അതാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ വളരെ വ്യക്തമായി അവരോട് പറയാനുള്ളത്. ഇത് തീർന്നില്ല. ഇവിടെ ദുആഇന്റെ സുന്നത്തുകൾ ഫത്ഹുൽ മുഈൻ വിശദീകരിച്ചിട്ട് എന്തൊക്കെ പറഞ്ഞു?
ഹംദ് കൊണ്ട് തുടങ്ങണം, സ്വലാത്ത് കൊണ്ട് തുടങ്ങണം, ഹംദ് കൊണ്ടും സ്വലാത്ത് കൊണ്ടും അവസാനിപ്പിക്കണം, ആമീൻ കൊണ്ട് അവസാനിപ്പിക്കണം. ഇമാമിന്റെ ദുആ കേട്ട മൗമൂമികൾ ആമീൻ ചൊല്ലണം. അതുപോലെ ശുദ്ധിയുള്ള കൈകൾ ആകാശത്തേക്ക് ഉയർത്തണം, ചുമരിന്റെ നേർക്കായിട്ട്. ദുആ കഴിഞ്ഞാൽ മുഖം തടവണം, ഖിബ്ലക്ക് മുന്നിടണം. ഖിബ്ലക്ക് മുന്നിടണം എന്ന് പറഞ്ഞാൽ ഇരുത്തം എങ്ങനെയെന്നുള്ളതാണ്. എങ്ങനെയാണ് ദുആ ചെയ്യുമ്പോൾ, കൂട്ടുപ്രാർത്ഥനയെ സംബന്ധിച്ചുള്ള ചർച്ചയല്ലത്. ഇമാമിന്റെ ദുആക്ക് മൗമൂമികൾ ആമീൻ ചൊല്ലൽ സുന്നത്താണെന്നും മൗമൂമികൾ ആമീൻ ചെല്ലാൻ വേണ്ടി ഇമാമ് ഉറക്ക ദ്വാരക്കലും സുന്നത്താണ്. അതോടുകൂടി കൂട്ടുപ്രാർത്ഥനയുടെ വിധി എന്താണ് എന്ന് ഫത്ഹുൽ മുഈൻ നമ്മെ പഠിപ്പിച്ചു. ഇത് അവർ ഇരിക്കേണ്ടത് എങ്ങോട്ട്, തെക്കോട്ടാണോ വടക്കോട്ടാണോ കിഴക്കോട്ടാണോ പടിഞ്ഞാട്ടാണോ, ഇതാണ് ചർച്ച ചെയ്യുന്നത്. അത് ഏത് നാട്ടിലാണെങ്കിലും എവിടേക്കാണോ ഖിബലയുള്ളത് എങ്കിൽ അങ്ങോട്ട് തിരിഞ്ഞിട്ടാണ് ദുആ ചെയ്യുമ്പോൾ ഇരിക്കേണ്ടത്. അതാ ഇരുത്തമാണ്. അത് കൂട്ടുപ്രാർത്ഥന ഉണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി. ദുആയിൽ മാത്രമല്ല ദിക്ർ ചൊല്ലുമ്പോഴും അതുതന്നെയാണ് അങ്ങനെ തന്നെയാണ് ഇരിക്കേണ്ടത്. അത് കൂട്ടുപ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട വിഷയമേ അല്ല. കൂട്ടുപ്രാർത്ഥനയുമായിട്ട് ആ വിഷയം സ്പർശിക്കുന്നേയില്ല. അത് ഇരിക്കേണ്ടതെങ്ങനെ, അത് പ്രാർത്ഥന ചെയ്യുമ്പോൾ ഇരിക്കേണ്ടതെങ്ങനെ, അത് കൂട്ടുപ്രാർത്ഥനയിലാവട്ടെ തനിച്ചുള്ള പ്രാർത്ഥനയിലാവട്ടെ ദിക്ർ ചൊല്ലുമ്പോഴാവട്ടെ മഅ്മൂമാവട്ടെ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നവനാവട്ടെ ആരു തന്നെയാണെങ്കിലും എങ്ങോട്ടാണ് ഇരിക്കേണ്ടത്, എങ്ങോട്ടാണ് മുന്നിടേണ്ടത്, എവിടേക്കാണ് അഭിമുഖീകരിക്കേണ്ടത്, അതാണ് ഫത്ഹുൽ മുഈൻ പറഞ്ഞത്. ഖിബലയിലേക്കാവണം. അത് മഅ്മൂമാണെങ്കിലും തനിച്ച് നിസ്കരിക്കുന്നവരാണെങ്കിലും. അതേസമയത്ത് ഇമാമിന് ചില മാറ്റങ്ങൾ ഉണ്ട്. ഇമാമ് സലാം വീട്ടിക്കഴിഞ്ഞാൽ ഇമാമിന്റെ നിസ്കാരം കഴിഞ്ഞു എന്ന് പിന്നീട് മസ്ബൂഖീങ്ങളായിട്ട് വരുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അതേ ഇരുത്തത്തിൽ നിന്നൊന്ന് തെറ്റിയിരിക്കണം, അല്ലെങ്കിൽ ഒന്ന് മാറിയിരിക്കണം. ഒന്നുകിൽ അവിടെ തന്നെ തെറ്റുക, അല്ലെങ്കിൽ അവിടെ നിന്നൊന്ന് മാറുക. മിഹ്റാബിൽ തന്നെ ഒന്ന് തെറ്റുക, അല്ലെങ്കിൽ മിഹ്റാബിൽ നിന്നൊന്ന് മാറുക. ഇത് കൂട്ടുപ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട ചർച്ചയെ അല്ല. ഇനി ഒരാൾ ഒരു ഇമാമ് കിബിലക്ക് മുന്നിട്ട് അങ്ങനെ ഇരിക്കാം, എന്നിട്ട് അയാൾ മൗമൂമികൾ ആമീൻ ചൊല്ലണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അയാൾ ഉറക്ക ദ്വാരക്കൽ സുന്നത്താണ്. ആ ദ്വാക്ക് മൗമൂമികൾ ആമീൻ ചൊല്ലലും സുന്നത്താണ്. അത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അത് നേരത്തെ കൂട്ടുപ്രാർത്ഥനയുടെ വിധി വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. അതേസമയത്ത് ഇരുത്തം എങ്ങനെ, അത് ഇമാമിന്റെ കാര്യത്തിൽ ഒരു വിശദീകരണം കൊടുക്കാനുണ്ട്. അതാണ് ഫത്ഹുൽ മുഈൻ അടുത്ത വരിയിൽ പറയുന്നത്. അമ്മൽ ഇമാമു അപ്പോൾ ഇമാം ഇദാ തറക്കൽ ഖിയാമ മിൻ മുസല്ലാഹുല്ലദീ ഹുവ അഫ്ദലു ലഹു, തന്റെ മുസല്ലയിൽ നിന്ന് എഴുന്നേൽക്കലിനെ ഉപേക്ഷിച്ചാൽ, അല്ലദീ എങ്ങനെയുള്ള എഴുന്നേൽക്കലാണ്, ഹുവാദ് അഫ്ദലു ലഹു, അവര് അവിടെ ഇരുന്ന് അവിടെ ഖിബലക്ക് മുന്നിട്ട് ഇരിക്കുന്നതിനേക്കാൾ അവരുടെ എഴുന്നേൽക്കലാണ് അഫ്ദലായത്. ഖിബലക്ക് മുന്നിട്ട് സലാം വീട്ടുമ്പോഴുള്ള അതേ ഇരുത്തം, ആ ഇരുത്തത്തിനേക്കാൾ നല്ലത് അവിടുന്ന് എഴുന്നേൽക്കലാണ്. എന്തിനു വേണ്ടി? മഅ്മൂമീങ്ങള് അല്ലാത്ത പിന്നീട് വരുന്ന മസ്ബൂഖീങ്ങൾക്ക് നിസ്കാരം കഴിഞ്ഞിരിക്കുന്നു എന്ന വിവരം തന്റെ ശരീരഭാഷയിൽ നിന്ന് മനസ്സിലാവാൻ വേണ്ടിയാണ്. അങ്ങനെ അവിടെ തന്നെ ഇരിക്കുന്നതിനേക്കാൾ പുണ്യമുള്ളത് എന്താണ്? എഴുന്നേൽക്കലാണ്. അത് ചെയ്യാത്ത ഇമാമ് എന്ന് വെച്ചാൽ അവിടെ തന്നെ ഇരിക്കുന്ന ഇമാം, ആ ഇമാമ് എന്താണ് ചെയ്യേണ്ടത്? ഫൽ അഫ്ദൽ, അവന് ഏറ്റവും ശ്രേഷ്ഠമായത് ജഅലു യമീനിഹി ഇലൽ മഅ്മൂമീന വയസാറഹു ഇലൽ ഖിബ്ല, തന്റെ വലതുഭാഗം മഅ്മൂമീങ്ങളിലേക്കും ഇടതുഭാഗം ഖിബ്ലയിലേക്കും തിരിക്കലാണ്. ഖാല ശൈഖുന, അവിടെ ശൈഖുന പറയുകയാണ് എന്ന് വെച്ചാൽ ഇബ്നു ഹജറുൽ ഹൈതമി റഹിമഹുള്ള പറയുകയാണ്, വലൗ ഫി ദുആ, അത് ദുആ ചെയ്യുമ്പോഴാണെങ്കിലും ശരി. കാരണം ദ്വാർക്കുമ്പോൾ ഖിബലക്ക് മുന്നിടലാണ് സാധാരണഗതിയിൽ ഏറ്റവും ശ്രേഷ്ഠം. പക്ഷെ ഈ സന്ദർഭത്തിൽ മഅ്മൂമീങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കുക, അതാണ് ഏറ്റവും ശ്രേഷ്ഠം. വൻസിറാഫുഹു, അങ്ങനെ തിരിയുക എന്നുള്ളത്, അല്ലെങ്കിൽ ഒന്ന് മാറിയിരിക്കുക എന്നത്, എന്തായാലും കുഴപ്പമില്ല. ഖിയാമാവട്ടെ തഹ്വീലാവട്ടെ, ഈ രണ്ട് രൂപത്തിലും അത് ലാ യുനാഫി നദ്ബ ദിക്രി ലഹു അഖിബഹ, നിസ്കാരാനന്തരം ദിക്ർ സുന്നത്താണെന്ന് പറഞ്ഞതിനോട് അത് എതിരില്ല. കാരണം അന്നഹു യഅതി ബിഹി ഫീ മഹല്ലിഹി അല്ലദീ യൻസരിഫു ഇലൈഹി, താൻ എങ്ങോട്ടാണോ തിരിയുന്നതെങ്കിൽ ആ സ്ഥലത്ത് വെച്ചുകൊണ്ട് അവൻക്കത് നിർവഹിക്കാമല്ലോ എന്നാണ്. അപ്പൊ ഇതെന്തിനാണ് പറഞ്ഞത്?
പിന്നീട് വരുന്നവർക്ക് നിസ്കാരം കഴിഞ്ഞു എന്ന വിവരം കൊടുക്കാൻ വേണ്ടിയാണ്. അതിനുവേണ്ടി ഒന്ന് തിരിഞ്ഞിരിക്കുക അല്ലെങ്കിൽ മാറിയിരിക്കുക. മാറിയിരിക്കുന്ന ആളുകൾ പിന്നെന്ത് ചെയ്യണ്ട, മൗമൂമികളിലേക്ക് തിരിയണ്ട. അവിടെ തന്നെ ഇരിക്കുന്ന ആളുകൾ മൗമൂമികളിലേക്ക് തിരിയലാണ് ഏറ്റവും ശ്രേഷ്ഠം. ഇനി തിരിയാതെ തന്നെ കിബിലക്ക് മുന്നിട്ടിട്ടാണ് ഒരാൾ ഇരിക്കുന്നതെങ്കിലോ ആ ശ്രേഷ്ഠത അയാൾക്ക് നഷ്ടപ്പെട്ടു. എങ്കിലും അയാൾക്ക് കൂട്ടുപ്രാർത്ഥന സുന്നത്ത് തന്നെ എന്ന് വെച്ചാൽ മഅ്മൂമികളെ കേൾക്കും വിധത്തിൽ ഉറക്കയാക്കൽ സുന്നത്താണ്. അത് കേൾക്കുന്ന മഅ്മൂമികൾ ആമീൻ ചൊല്ലലും സുന്നത്താണ്. അപ്പൊ കൂട്ടുപ്രാർത്ഥനയുടെ വിഷയമൊന്ന് വേറെ, അതിന്റെ വിധിയൊന്ന് വേറെ. അതേസമയത്ത് സലാം വീട്ടിക്കഴിഞ്ഞ ഇമാമിന്റെ ഇരുത്തം എവിടേക്ക് എന്നുള്ള ചർച്ച മറ്റും അത് കൂട്ടുപ്രാർത്ഥനയുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. എന്നിട്ട് ഇവരെന്താ മനസ്സിലാക്കിയത്, സലാം വീട്ടി ഓടുന്ന ഇമാം അവിടുന്ന് തടി സലാമത്താക്കണം, നിസ്കാരത്തിലും സലാം വീട്ടിയ ഇമാമ് അവിടുന്ന് തടിയും കൂടി സലാമത്താക്കണം എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം എന്ന ഏറ്റവും വലിയ പൊട്ടത്തരം. ഈ ലോകം കണ്ട ഏറ്റവും വലിയ പൊട്ടത്തരമാണ് ഈ മൗലവിമാര് സലഫിസം ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സലഫിസം ഭീകരമാണ് എന്ന്, ഭീകരതയാണ് എന്ന് ലോകം ചർച്ച ചെയ്യുമ്പോൾ തന്നെ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് സലഫിസം മഹാവിഡ്ഢിത്തരമാണ് ഇവിടെ ജനങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നതാണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ചുരുക്കത്തിൽ ഫതുഹുൽ മുഈൻ ഒരിക്കലും തന്നെ കൂട്ടുപ്രാർത്ഥനയെ തള്ളിപ്പറഞ്ഞിട്ടില്ല. ഫതുഹുൽ മുഈൻ ഒരിക്കലും തന്നെ നിസ്കാരാനന്തരം ഇമാമ് ദുആ ചെയ്യുമ്പോൾ മഅ്മൂമികൾ ആമീൻ ചൊല്ലുന്ന സമ്പ്രദായത്തെ എതിർത്തിട്ടില്ല. ഫതുഹുൽ മുഈൻ ഒരിക്കലും തന്നെ മഅ്മൂമികൾ ആമീൻ പറയാൻ വേണ്ടി ഇമാം ഉറക്കയാക്കുകയും ആ ഉറക്കരയുള്ള ദുആഇന് മഅ്മൂമികൾ ആമീൻ ചൊല്ലുകയും ചെയ്യുക എന്നുള്ള മഹത്തായ കൂട്ടുപ്രാർത്ഥനയെ ഒരു ഗത്തുപോലും തള്ളിപ്പറഞ്ഞിട്ടില്ല. മറിച്ച് അതിനെ അംഗീകരിക്കുകയും ആശീർവദിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും അത് സുന്നത്താണ് എന്നുള്ള വിധി നമ്മെ പഠിപ്പിക്കുകയും ചെയ്യുകയാണ് ഫതുഹുൽ മുഈൻ ചെയ്തിട്ടുള്ളത്. ഇത് ഫതുഹുൽ മുഈൻ മാത്രമല്ല, ദൈനബി മഖ്ദൂം റളിയല്ലാഹു തആല അൻഹുവിന്റെ മറ്റൊരു ഗ്രന്ഥമായ അജീബത്തുൽ അജീബ അനിൽ അസ്ഇലത്തുൽ ഗരീബ എന്ന ഗ്രന്ഥത്തിലും ഈ വിവരങ്ങളൊക്കെ വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട്. ഇനി അതോടൊപ്പം തന്നെ മഹാനായ ഇമാം ഇബ്നു ഹജറുൽ ഹൈത്തമി റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ ഫതാവൽ കുബറയിൽ പറയുന്നത് എന്താണ്? ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, അസ്സുന്നത്തു ഫീ അക്സരിൽ അദ്ഇയതി വൽ അദ്കാരി അൽ ഇസ്റാർ. മിക്ക ദുആകളിലും ദിക്റുകളിലും സുന്നത്ത് പതുക്കെ നിർവഹിക്കലാണ്. ഇല്ലാലി മുഖത്തതിൻ, ഉറക്കെ നിർവഹിക്കുവാൻ തേടുന്ന, അതിന് താല്പര്യപ്പെടുന്ന കാരണം ഉണ്ടായാലൊഴികെ. അപ്പൊ ആ കാരണമുണ്ടായാൽ ഉറക്കെയാണ് ദുആ ചെയ്യേണ്ടത് എന്ന് ബഹുമാനപ്പെട്ടവർ പറയാം. വഇബാറത്തു ശർഹീൽ ഉബാദ് മഅ മത്നിഹി. ബഹുമാനപ്പെട്ടവർ എന്റെ ഗ്രന്ഥമായ ശർഹുൽ ഉബാദ് അഥവാ ഈ ആദ് എന്ന പേരിൽ അറിയപ്പെടുന്ന ശർഹുൽ ഉബാദിൽ ഉള്ള വാചകം ഇങ്ങനെയാണ്: വയുസല്ലു ദുആഉ വദ്ദിക്റു സിർറൻ. നിസ്കാരാനന്തരം ദുആ, ദിക്ർ എന്നിവ പതുക്കെ നിർവഹിക്കൽ സുന്നത്താണ്. വയജ്ഹറു ബിഹിമാ ബഅദ സലാം. അത് രണ്ടുകൊണ്ടും സലാം വീട്ടിയതിനു ശേഷം ഉറക്കെ നിർവഹിക്കണം അൽ ഇമാമു, ഇമാമ് ബിതഅലീമിൽ മഅ്മൂമീന, മഅ്മൂമീങ്ങളെ ദിക്ർ ദുആ പഠിപ്പിക്കാൻ വേണ്ടി. ഫഇദാ തഅല്ലമു, അവർ പഠിച്ചു കഴിഞ്ഞാൽ അസറു, പിന്നെ പതുക്കെയാക്കണം എന്നാണ്. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറയാൻ എന്താ പറയുന്നത്? ബഹുമാനപ്പെട്ടവർ പറയാം, അമ്മൽ മസ്ജിദുല്ലദീ അൽ-ശാരിഇ മസല, റോഡ് സൈഡിലൊക്കെയുള്ള പൊതുപള്ളികൾ, ഫല لأنه يتركه من لم يدخله قبل فهو كمسجده الشريف كانت تجده الأعراب وأهل البوادي ففيه يظهر ندب إدامة الرفع ليتعلم كل مرة من لم يتعلم فيما قبلها. ആളുകൾ മാറി മാറി വരുന്ന, ഒരേ ആളുകൾ തന്നെ എല്ലാ വക്തിലുമുള്ള പള്ളികൾ അല്ലാത്ത പലതരത്തിലുള്ള ആളുകൾ മാറി മാറി വരുന്ന ജമാഅത്ത് നടത്തപ്പെടുന്ന പൊതുപള്ളികൾ, റോഡ് സൈഡിലൊക്കെ ഉള്ള പള്ളികൾ, നമ്മുടെയൊക്കെ നാട്ടും പുറത്തുള്ള പള്ളികൾ, അത്തരം പള്ളികളിൽ മൗമൂമിങ്ങൾ എല്ലാ വക്തിലും അവിടെ ഇമാമ് ഉറക്കെ ദ്വാർക്കുകയാണ് വേണ്ടത്. കാരണം അവിടെ ഒരു കൂട്ടം മൗമൂമികൾ മാത്രമല്ല, ആളുകൾ മാറി മാറി വരുന്ന സമ്പ്രദായമാണ്. അപ്പൊ അവിടെ ഒരിക്കലും തന്നെ ഇമാമിന്റെ ദുആ ഒരു കൂട്ടര് പഠിച്ചെടുത്തു എന്ന് പ്രഖ്യാപിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് എല്ലാ വക്തുകളിലും നിസ്കാരാനന്തരം ദുആഇനെ ഉറക്കയാക്കുകയാണ് വേണ്ടത്
എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജർ ഹൈത്തമി റളിയല്ലാഹു തആല അൻഹു പഠിപ്പിക്കുകയാണ്. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, ഇമാം സർക്കശി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചുകൊണ്ട് പറയാം, ജഅല മിൻ മുഖ്തദിയാത്തിൽ ജഹരി, ഇനി മഅ്മൂമിങ്ങൾക്ക് വേണ്ടി ഇമാമ് ശബ്ദം ഉയർത്തുന്നതിന്റെ കാരണങ്ങളിൽപ്പെട്ടതാണ് അൻ യുരീദ തഅ്മീനഹും അലാ ദുആഇഹി, ഇമാമിന്റെ ദുആക്ക് മഅ്മൂമിങ്ങൾ ആമീൻ ചൊല്ലുക എന്നതിനെ ഉദ്ദേശിക്കാൻ. ഫയജ്ഹറു, അപ്പോൾ ഇമാം ഉറക്കെയാണ് നിർവഹിക്കേണ്ടത്. ഹത്താ യഅലമു മാ യുഅമ്മിനൂന അലൈഹി, തന്റെ ദുആക്ക് മഅ്മൂമിങ്ങൾ ആമീൻ ചൊല്ലുന്നുണ്ടെന്നുള്ളത് എന്തിനു വേണ്ടി ഉറക്കയാക്കേണ്ടത്? ഹത്താ യഅലമു, മഅ്മൂമിങ്ങൾക്ക് അറിയാൻ വേണ്ടി, മാ ഇമാമിന്റെ ദുആയെ. എങ്ങനത്തെ ഇമാമിന്റെ ദുആയാണ്? യുഅമ്മിനൂന, മഅ്മൂമിങ്ങൾ ആമീൻ ചൊല്ലും, അലൈഹി, ആ ദുആന്റെ മേലും. അപ്പോ മഅ്മൂമിങ്ങൾക്ക് ദുആഇന്റെയും ദിക്റിന്റെയും വാചകങ്ങൾ പഠിക്കുക എന്നുള്ളത് ഒരു ലക്ഷ്യമാണ്. അതാണ് ഇമാം ശാഫിഈ റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ ഉമ്മു എന്ന കിതാബിൽ പറഞ്ഞത്. അത് തന്നെ പൊതുവായ പള്ളികളിലാണെങ്കിൽ അത് ഒരു കാലത്തും ആ ജഹർ അഥവാ ഉറക്കയാക്കൽ സുന്നത്താവുക എന്നുള്ളത് ഒരൊറ്റ വക്തിലും അത് ഇല്ലാതെയാകുന്നില്ല. കാരണം അവിടെ മഅ്മൂമികൾ മാറി മാറി വരുന്നവരാണല്ലോ എന്ന് ഇമാം ശാഫിഈ റളിയല്ലാഹു തആലയുടെ വചനത്തെ വിശദീകരിച്ചുകൊണ്ട് ആരാ പറയുന്നത്? ബഹുമാനപ്പെട്ട ഇബ്നു ഹജറിൽ ഹൈത്തമി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. മാത്രവുമല്ല, ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, ഇമാം സർക്കശി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ്, നിസ്കാരാനന്തരം ഇമാമ് ദുആ ഉറക്കയാക്കുന്നതിന്റെ അതിനെ താല്പര്യപ്പെടുന്ന കാരണങ്ങളിൽപ്പെട്ട മറ്റൊരു കാരണമാണ് മഅ്മൂമിങ്ങൾ ആമീൻ ചൊല്ലുക. അപ്പൊ തങ്ങൾ ആമീൻ ചൊല്ലുന്ന ഇമാമിന്റെ ദുആ അത് കേൾക്കുവാനും അറിയുവാനും വേണ്ടി ഇമാം എന്ത് ചെയ്യണം? ഉറക്കെ ദുആ ചെയ്യണം. അത് ഇമാമിന് സുന്നത്താണ് എന്ന് ഫത്ഹുൽ മുഈനിൽ മാത്രമല്ല പറഞ്ഞത് ഇബ്നു ഹജറിൽ ഹൈത്തമി, ശാഫിഈ മദ്ഹബിലെ പ്രഗൽഭനായ പണ്ഡിതനും അതുപോലെ പ്രാമാണികരുമായ ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജറിൽ ഹൈത്തമി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഫത്വാവൽ കുബ്രയിൽ നിസ്കാരത്തിന്റെ അധ്യായത്തിന്റെ അവസാനത്തിലായിട്ട് ഈ കാര്യം വിശദീകരിക്കുകയാണ്. എന്തുകൊണ്ടാണ് മഹാത്മാക്കൾ ഇതിങ്ങനെ പറയാൻ കാരണം? അവർ വെറുതെ പറഞ്ഞതല്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ വ്യക്തമായി ഇത് സുന്നത്താണെന്ന് പഠിപ്പിക്കുന്ന ഹദീസ് നമ്മുടെ മുമ്പിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഉദാഹരണത്തിന് വേണ്ടി ഇമാം മുനാവി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഫൈദുൽ ഖദീറിൽ നിന്നുള്ള ഉദ്ധരണി നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിച്ചു തരാം. ബഹുമാനപ്പെട്ടവർ പറയാം, വകമാ യുൻദബു അൻ യുഅമ്മിന അഖിബ ദുആഇഹി, ഒരാൾ തന്റെ ദുആഇന്റെ ഉടനെ ആമീൻ ചൊല്ലൽ സുന്നത്തായതുപോലെ തന്നെ യുൻദബു അൻ യുഅമ്മിന അലാ ദുആഇ ഗൈരിഹി, മറ്റൊരാൾ ദുആ ഇറക്കുമ്പോൾ ആമീൻ ചൊല്ലലും സുന്നത്താണ്. ഇൻ കാന ദാഇ മുസ്ലിമൻ, ദുആ ചെയ്യുന്നയാൾ മുസ്ലിമാണെങ്കിൽ. ഈ ഹദീസിൽ ഹാക്കിം, ഇമാം ഹാക്കിം റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ് ഉണ്ടായതിനു വേണ്ടി. ഏതാണ് ഹദീസ്? ലാ യജ്തമിഉ മലഉൻ ഫയദഉ ബഅദുഹും വയുഅമ്മിനു ബഅദുഹും ഇല്ലാ അജാബഹുമുല്ലാഹ്. ലാ യജ്തമിഉ മലഉൻ, ഒരു സംഘം ആളുകൾ ഒരുമിച്ച് കൂടൂല. എന്നിട്ട് ഫയദഉ ബഅദുഹും വയുഅമ്മിനു ബഅദുഹും, അവരിൽ ഒരാൾ ദുആ ഇറക്കുന്നു, ബാക്കിയുള്ളവർ ആമീൻ ചൊല്ലുന്നു. അങ്ങനെ ചെയ്യൂല. എന്തായിട്ടല്ലാതെ? ഇല്ല അജാബഹുമുല്ലാഹ്, അല്ലാഹു അവർക്ക് ഇജാബത്ത് ചെയ്തിട്ടല്ലാതെ. അപ്പോ ഇമാമിന്റെ ദുആക്ക് മഅ്മൂമികൾ ആമീൻ ചൊല്ലൽ സുന്നത്താണ്. മനസ്സിലായി? ഇമാമിന്റെ ദുആക്ക് മഅ്മൂമികൾ ആമീൻ ചൊല്ലൽ സുന്നത്താണ്. ഇനി ഇവിടെ ചിലപ്പോ എന്റെ ശബ്ദം ശ്രമിക്കുന്ന ചിലരെങ്കിലും ചിലപ്പോ ചിന്തിക്കുന്നുണ്ടാവും. എന്താ ചിന്തിക്കുക? ഇതിലിപ്പോ നിസ്കാരശേഷം എന്ന് പറഞ്ഞിട്ടില്ലല്ലോ, ഈ ഹദീസിന് നിസ്കാരശേഷം എന്ന് പറഞ്ഞിട്ടില്ലല്ലോ എന്നൊരു പക്ഷേ ചിന്തിക്കുന്നുണ്ടാവും. അവർക്ക് ദീനിനെ സംബന്ധിച്ച്, ദീനിന്റെ അഹ്കാമുകളെ സംബന്ധിച്ച്, ദീനിന്റെ അഹ്കാമുകളുടെ ദലീലുകളെ സംബന്ധിച്ച്, പ്രമാണങ്ങളെ സംബന്ധിച്ച് ഒരു ചുക്കും അറിയാത്തവരാണ്. സരക്കിസക്കാരായ ആളുകൾക്ക് പ്രമാണത്തിനെ കുറിച്ച് ഒരു ചുക്കും അറിയില്ല എന്ന് എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ മനസ്സിലാക്കുക. തെളിവെവിടെ എന്ന് ചോദിക്കുന്ന ആളുകൾക്ക് തെളിവെന്തെന്ന് ചോദിക്കുവാനുള്ള യാതൊരു വെളിവും അവരുടെ തലക്കകത്തില്ല. ഉണ്ടായിരുന്നുവെങ്കിൽ അവർ ആ ചോദ്യവുമായിട്ട് വരികയില്ല. എന്തുകൊണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൊതുവായി പഠിപ്പിച്ച ഒരു ഹദീസ്,
ആ ഹദീസിന്റെ പൊതു മണ്ഡലത്തിൽ വരുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അവയ്ക്കെല്ലാം ആ ഹദീസ് ബാധകം ആണ്. അതിനൊരുപാട് ഉദാഹരണങ്ങൾ ഖുർആനിൽ നിന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും, ഒരുപാട് ഉദാഹരണങ്ങൾ ഹദീസിൽ നിന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. ഞാൻ എല്ലാ ഉദാഹരണങ്ങളും കൂടി പറയുന്നില്ല, ഒരു ഉദാഹരണം നിങ്ങൾക്ക് കേൾക്കാം. ഇമാം മഹല്ലി റളിയല്ലാഹു തആല അൻഹു മിൻഹാജിന്റെ ശറഹിൽ പറയുകയാണ്, വലാ യുക്റഹു ലിഹാജത്തിൽ കത്തസാവുബി ഫൈസന്നതി. നിസ്കാരത്തിൽ വായിൽ കയ്യിങ്ങനെ പൊത്തിപ്പിടിക്കൽ കറാഹത്തില്ല, ആവശ്യത്തിന് വേണ്ടിയാണ്. ഏതുപോലെ കോട്ടുവായിടുന്ന സമയത്ത് കൈ കൊണ്ട് പൊത്തിപ്പിടിക്കും പോലെ. ഇപ്പൊ യുസന്നു ഫീഹീന, കോട്ടുവായിടുമ്പോ കൈ കൊണ്ട് പൊത്തിപ്പിടിക്കൽ സുന്നത്താണ്. നിസ്കാരത്തിലും സുന്നത്താണ്. എന്താണ് തെളിവ്? ഈ ഹദീസ് മുസ്ലിം, ഇമാം മുസ്ലിമിന്റെ ഹദീസിന് വേണ്ടി, ഇദാ തസാവബ അഹദുക്കും, നിങ്ങളിൽ ഒരാൾ കോട്ടുവായിട്ടാൽ ഫൽ യുംസിക് യദഹു അലാ ഫീഹീന, തന്റെ കയ്യിനെ വായുടെ മേലിൽ പിടിച്ചു വെച്ചുകൊള്ളട്ടെ. ഫൈന ശൈത്താൻ യദ്ഖുലു, ഇല്ല എങ്കിൽ ശൈത്താൻ അവിടെ പ്രവേശിക്കും. അവിടെ ഇത് പൊതുവായി പറഞ്ഞതാണ്. ഈ പൊതുവായ ഹദീസിന്റെ വെളിച്ചത്തിലാണ് ഇമാം മഹല്ലി റളിയല്ലാഹു അൻഹു നിസ്കാരത്തിൽ അത് സുന്നത്താണ്, കോട്ടുവായിട്ടാൽ നിസ്കാരത്തിൽ തൊള്ള പൊട്ടിപ്പിടിക്കൽ സുന്നത്താണെന്ന് എനിക്ക് തെളിവെന്താണ്? എപ്പോൾ കോട്ടുവായിട്ടാലും പൊത്തിപ്പിടിക്കൽ സുന്നത്താണെന്നുള്ള പൊതുവായി പറഞ്ഞ ഹദീസിനെ ആണ് തെളിവാക്കിയത്. എന്നതുപോലെ ഒരു സംഘം ആളുകൾ ഒരുമിച്ച് കൂടിയിട്ട് ഒരാൾ ദ്വാരന് ബാക്കിയുള്ളവർ ആമീൻ ചൊല്ലിയാൽ അല്ലാഹു ഉത്തരം ചെയ്യുമെന്നുള്ള പൊതുവായ ഹദീസ് നിസ്കാരശേഷമുള്ള അമലിനും തെളിവാണ്. തെളിവാണ്. ഈ രണ്ടാമതൊരു ഉദാഹരണം നിങ്ങൾ കേൾക്കുക. രണ്ടാമതൊരു ഉദാഹരണം കൂടി എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കുക. രണ്ടാമതൊരു ഉദാഹരണം, പള്ളിയിൽ കയറുമ്പോൾ വലത്തേക്കാര് മുന്തിക്കണമെന്നല്ലേ? ഇമാം ബുഖാരി തങ്ങൾ ഒരു അധ്യായത്തിന്റെ തലവാചകം കൊടുത്തിരിങ്ങനെ, ബാബു തയമ്മുനി ഫി ദുഖൂലിൽ മസ്ജിദി വഴി, പള്ളിയിലും അല്ലാത്ത സ്ഥലത്തും പ്രവേശിക്കുമ്പോൾ വലതുകാൽ മുന്തിക്കൽ സുന്നത്താണെന്ന് പറയുന്ന അധ്യായം. എന്നിട്ട് അതിന് തെളിവായി കൊടുത്തത് എന്താണ്? عن عائشة رضي الله عنها أنها قالت كان النبي صلى الله عليه وسلم يحب التيمم ما استطاع في شأنه كله في طهوره وترجله وتنعله. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരമാവധി തന്റെ മുഴുവൻ കാര്യത്തിലും, അത് ശുദ്ധീകരണത്തിലാവട്ടെ, തലവാഴുന്നതിലാവട്ടെ, ചെരുപ്പ് ധരിക്കുന്നതിലാവട്ടെ, അതിലൊക്കെ വലതുഭാഗത്തെ മുന്തിക്കൽ ഇഷ്ടപ്പെടുമായിരുന്നു. അപ്പൊ എല്ലാ കാര്യത്തിലും വലതിനെ മുന്തിക്കണം എന്ന് പറഞ്ഞ പൊതുവായ ഹദീസിനെ പള്ളിയിൽ കയറുമ്പോൾ വലതിനെ മുന്തിക്കണം എന്നുള്ളതിന് തെളിവാക്കി. അപ്പൊ പൊതുവായ ഹദീസിനെ പള്ളിയിൽ കയറുമ്പോൾ വലതിനെ മുന്തിക്കണം എന്നുള്ളതിന് തെളിവാക്കുക എന്നുള്ളത് അത് ഉമൂമിൽ ഒരു സംഗതി പ്രവേശിച്ചു കഴിഞ്ഞാൽ, ഹദീസിന്റെ ഉമൂമിൽ പൊതുവായ താല്പര്യത്തിൽ ഒരു സംഗതി പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് തെളിവ് തന്നെയാണ്. ഈ വസ്തുത മനസ്സിലാക്കാതെയാണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇവിടുത്തെ മുജാഹിദുകൾ അല്ലെങ്കിൽ സലഫിസക്കാര് ഈ തെറ്റായ വാദഗതി അഥവാ നിസ്കാരാനന്തര കൂട്ടുപ്രാർത്ഥന ബിദ്അത്താണ്, അത് വലിയ തെറ്റാണ് എന്ന നിലക്ക് ഇവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് ഇതിന്റെ വസ്തുത തിരിച്ചറിയാതെ, ഇതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ കുറെ പടുജാഹിദീങ്ങൾ ഓരോപ്പം കൂടിയിട്ടുണ്ട്. എന്താ ചെയ്യുക? ഒരു വിവരവുമില്ലാത്ത പടുജാഹിദീങ്ങളായ ആളുകൾ ഇവരെ കൂട്ടത്തിൽ കൂടിയിരിക്കും. എത്ര പരിതാപകരമായ അവസ്ഥയാണ് ഇത് എന്ന് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളൊന്ന് മനസ്സിലാക്കണം. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ നിന്ന് കൂടി ഞാനൊരു തെളിവ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം. ഏതാണ്? സഹീഹായ ഒരു ഹദീസ്, ഇമാം ബുഖാരി തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ബഹുമാനപ്പെട്ട അബൂ സഈദ് റളിയല്ലാഹു തആല അൻഹു പള്ളിയിൽ നിസ്കരിക്കുകയായിരുന്നു. അബൂ സഈദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ പള്ളിയിൽ നിസ്കരിക്കുമ്പോൾ റസൂലുള്ളാഹി എന്നെ വിളിച്ചു. അപ്പൊ നിസ്കാരത്തിലായതുകൊണ്ട് ഞാൻ റസൂലുള്ളാഹിക്ക് ഉത്തരം ചെയ്തില്ല. അങ്ങനെ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഞാൻ നബിയുടെ അരികിൽ ചെന്നു. അപ്പൊ നബിയോട് ഞാൻ പറഞ്ഞു, ഞാൻ നിസ്കരിക്കുകയായിരുന്നു നബിയെ, അതുകൊണ്ടാണ് അങ്ങയുടെ വിളിക്ക് ഞാൻ ഉത്തരം തരാതിരുന്നത് നബിയെ. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അലം യഖുലില്ലാഹു ഇസ്തജീബൂ ലില്ലാഹി വലിർ റസൂലി ഇദാ ദഅാകും,
നിങ്ങൾ അല്ലാഹുവിനും അവന്റെ റസൂലിനും ഉത്തരം ചെയ്തു കൊള്ളുക റസൂൽ നിങ്ങളെ വിളിക്കുമ്പോൾ. അപ്പോ അത് പൊതുവായ ആയത്താണ്. റസൂൽ നിങ്ങളെ വിളിക്കുമ്പോൾ നിങ്ങൾ മറുപടി കൊടുക്കണം എന്നുള്ളത് പൊതുവായ ആയത്താണ്. അവിടെ നിസ്കാരം എന്ന് പറഞ്ഞിട്ടില്ല, നോമ്പ് എന്ന് പറഞ്ഞിട്ടില്ല, സദസ്സ് എന്ന് പറഞ്ഞിട്ടില്ല, രാത്രി എന്ന് പറഞ്ഞിട്ടില്ല, പകൽ എന്ന് പറഞ്ഞിട്ടില്ല, ജോലി എന്ന് പറഞ്ഞിട്ടില്ല, വിശ്രമം എന്ന് പറഞ്ഞിട്ടില്ല, സ്കൂൾ എന്ന് പറഞ്ഞിട്ടില്ല, മദ്രസ എന്ന് പറഞ്ഞിട്ടില്ല, അങ്ങാടി എന്ന് പറഞ്ഞിട്ടില്ല, അടുക്കള എന്ന് പറഞ്ഞിട്ടില്ല, സ്വദേശമെന്നോ വിദേശം എവിടെയായിരുന്നാലും റസൂലിനെ വിളിച്ചാൽ ഉത്തരം കൊടുക്കണമെന്നാണ്. പക്ഷെ ഈ പൊതുവായ ആയത്തിനെയാണ് റസൂലിന് തെളിവാക്കിയത്. നിസ്കാരത്തിൽ വിളിച്ചാലും ഉത്തരം കൊടുക്കണം. അതുകൊണ്ടാണ് ഷാഫി മദ്ഹബിന്റെ ഫിഖിന്റെ കിതാബിൽ കാണാം, നിസ്കാരത്തിൽ നിസ്കരിക്കുന്നവൻ മറ്റൊരാളോട് സംസാരിച്ചാൽ, മറ്റൊരാളുടെ വിളിക്ക് ഉത്തരം കൊടുത്താൽ നിസ്കാരം പാടില്ലാവും. റസൂലുള്ളാഹി ഒഴികെയാണ്. റസൂലിനെ വിളിച്ചാൽ എന്തേ രബിയെ എന്ന് ചോദിച്ചാൽ നിസ്കാരം പാത്തിലാവൂലാണ്. പിന്നെ റസൂലുള്ളാഹി വിളിച്ചോർത്തിക്കാൻ നടന്നാൽ ചെന്നു, എന്നാലും നിസ്കാരം പാത്തിലാവൂലാണ്. അപ്പോ പൊതുവായി പറഞ്ഞ ഒരു ആയത്തിനെ നിസ്കാരത്തിലേക്ക് ബാധകമാക്കുക എന്നതുപോലെ പൊതുവായി പറഞ്ഞ ദുആ കൂട്ടുപ്രാർത്ഥനയുടെ ഹദീസിനെ നിസ്കാരാനന്തരമുള്ളതിലേക്ക് ബാധകമാക്കുക. ഇനി ഇവിടെ വഹാബികൾ സാധാരണക്കാരെ പറ്റിക്കാൻ വേണ്ടി പറയുന്ന ഒരു ചോദ്യം, വഹാബികൾ സാധാരണക്കാരെ പറ്റിക്കാൻ വേണ്ടി പറയുന്ന ഒരു ചോദ്യം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഇസ്രാഇന്റെ പിറ്റേനാൾ മുതൽ 63-ാമത്തെ വയസ്സിൽ മരിക്കുന്നത് വരെ ഒട്ടനേകം ഫർദ് നിസ്കാരങ്ങൾ ദൈനംദിനം നിർവഹിച്ചു. ഓരോ ദിവസവും 5 ഫർദ് നിസ്കാരങ്ങൾ. അങ്ങനെ എത്ര വർഷം? 10 വർഷം. മദീന കാലയളവിലുള്ള 10-11 വർഷം. ഇത്രയും വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫർദ് നിസ്കരിച്ചിട്ട് ഏതെങ്കിലും ഒരു ഫർദ് നിസ്കാരത്തിൽ നബി തങ്ങൾ ഉറക്കെ ദുആ ചെയ്തുകൊണ്ട് സഹാബിമാർ ആമീൻ പറഞ്ഞതായിട്ട് തെളിയിക്കാമോണ? ഇങ്ങനെ വലിയ ചോദ്യം. ആ ചോദ്യത്തിന് തിരിച്ചൊരു ചോദ്യം കൊണ്ട് മറുപടി കൊടുത്താൽ മതി. ശരി. എന്നാൽ ഫർദ് നിസ്കാരത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 2 കൈകളും ചുമരിന് നേരെ ഉയർത്തിക്കൊണ്ട് ദുആ ചെയ്തതായിട്ട് സഹീഹായ ഒരു ഹദീസ് കൊണ്ട് നിങ്ങളൊന്ന് തെളിയിക്കാമോ? തിരിച്ചൊരു ചോദ്യം. നിങ്ങൾ ഒറ്റയ്ക്ക് ദ്വാർന്ന് കാണുന്ന ഇങ്ങനെ കൈകൾ പൊന്തിച്ച് കാണി പിറുപിറുക്കാറുണ്ടല്ലോ. ഇങ്ങനെ കൈകൾ പൊന്തിച്ച് പിറുപിറുക്കാൻ നബി തങ്ങൾ അങ്ങനെ ചെയ്തതായിട്ട് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമോ? സഹീഹായ ഹദീസിൽ കൊണ്ടുവരണം. തെളിയിക്കാൻ സാധിക്കുമോ? ഇവിടെ ഫത്ഹുൽ മീൻ പറയാം, നിസ്കാരത്തിന് ശേഷം ദ്വാർക്കുമ്പോൾ കൈകൾ രണ്ടും ചുമലിന് നേർക്ക് പൊന്തിക്കൽ സുന്നത്താണ്, കിബിലക്ക് മുന്നിട്ടിരിക്കലും സുന്നത്താണ്. നമ്മളെ ചോദ്യം, ഇങ്ങനെ കിബിലക്ക് നിങ്ങൾ കിബിലക്ക് മുന്നിട്ടിരിക്കുന്നുണ്ടല്ലോ, അതിനെന്താ തെളിവ്? ഖുർആൻ കൊണ്ട് തെളിയിക്കാമോ? സഹീഹ ഹദീസ് കൊണ്ട് തെളിയിക്കാമോ? നിസ്കാര ശേഷം എന്ന് തന്നെ പറയണം. പൊതുവായ ഹദീസുകൾ ഉദ്ധരിക്കുകയേ ചെയ്യരുത്. പൊതുവായ ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യുമ്പോൾ കൈകൾ ഉയർത്താറുണ്ടായിരുന്നു എന്ന ഹദീസുണ്ട്. ആ ഹദീസ് ഒന്നും പറ്റില്ല. നിസ്കാരത്തിന് ശേഷം കൈകൾ ഉയർത്തി എന്നു തന്നെ പറയുന്ന ഹദീസ് ഉണ്ടോ? സഹീഹായ ഹദീസുണ്ടോ എന്ന ചോദ്യം. നിങ്ങൾക്ക് സഹീഹൊന്നും, നിങ്ങൾക്ക് ഹദീസും വേണ്ട, ഖുർആനും വേണ്ട, നിങ്ങൾക്ക് തോന്നിയ മാതിരി ചെയ്യാമെന്നും സുന്നികൾ ചെയ്യുന്നതിന് ഉണ്ടോ എന്നും ചോദിക്കുകയും ചെയ്യുക എന്നുള്ള ആ സലഫിസത്തിന്റെ വികൃതി ഉണ്ടല്ലോ, പിന്നെ നിങ്ങളുടെ ആ പല്ലവിയും ആ ജാതി തന്ത്രമൊന്നും നമ്മളെ മുമ്പിൽ വേവില്ല. ആ പരിപ്പ് ഒരിക്കലും തന്നെ ഇവിടെ വേവില്ല. അത് വേവിക്കാൻ വേണ്ടി നിങ്ങൾ വെള്ളം തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ഇങ്ങോട്ടൊരു ചോദ്യം വരുമ്പോൾ അതേ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഉന്നയിച്ച, നിങ്ങൾ ഉദ്ദേശിച്ച അതേ തന്ത്രം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ മറുചോദ്യത്തിലൂടെ നിങ്ങളെ വെട്ടിലാക്കാൻ ഇവിടെ ജനങ്ങൾ കടിച്ചിരിക്കുന്നു. സാമാന്യ ജനങ്ങൾ ഈ നിങ്ങളുടെ എല്ലാവിധ തന്ത്രങ്ങളും പയറ്റി, അതൊക്കെ നിങ്ങൾ പയറ്റുന്ന മുഴുവൻ തന്ത്രങ്ങളും ഇവിടുത്തെ ജനങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ചോദിച്ച അതേ ചോദ്യത്തിന് അതേ ഭാഷയിൽ മറുപടി ഞങ്ങൾ നൽകും. നിങ്ങൾ നിസ്കാരത്തിന് ശേഷം ഞങ്ങൾ ദ്വാരക്കുമ്പോൾ ആമീൻ ചൊല്ലാതെ നിങ്ങൾ ഇങ്ങനെ വലിയ ആൾക്കാരായിട്ട് ലോകമാന്യത്തിന് വേണ്ടി, ആളുകളെ കാണിപ്പിക്കാൻ വേണ്ടി നിങ്ങളിങ്ങനെ കൈകൾ ഉയർത്തി പിറുപിറുക്കാറുണ്ടല്ലോ. എന്താണ് ആ കൈകൾ ഉയർത്തുന്നതിന്റെ തെളിവ് പറയണം നിങ്ങൾ.
അവരുടെ ചോദ്യത്തിന്റെ മറുപടി ഇതാണ്: പൊതുവായ ഹദീസിന്റെ വെളിച്ചത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആശയം നിസ്കാരശേഷവും ബാധകമാണ്. അതാണ് അവരുടെ ചോദ്യത്തിന് മറുപടി. ഇനി അവർക്ക് നിസ്കാരശേഷം എന്ന് തന്നെ വാക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ തിരിച്ചു ചോദ്യം ചോദിക്കും. അങ്ങനെയാണെങ്കിൽ കൈകൾ ഉയർത്തി ദ്വാർക്കുന്നതിന് നിസ്കാരശേഷം ദ്വാർന്നിരുന്നു എന്നതിന്റെ തെളിവെവിടെ? അതിന്റെ തെളിവൊന്നും വേണ്ട. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങൾ കൈകൾ ഉയർത്താറുണ്ടായിരുന്നു ഹദീസ് ഉണ്ടല്ലോ, അത് മതിയല്ലോ. അത് മതിയെങ്കിൽ ഇതും മതി. നിങ്ങൾക്കത് മതിയെങ്കിൽ ഞങ്ങൾക്കിത് മതി. അല്ലാതെ നിങ്ങൾക്ക് മതിയായത് ഞങ്ങൾക്ക് പറ്റൂല എന്ന് നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി? നിങ്ങൾ നരകത്തിലേക്ക് തള്ളിവിടാൻ വേണ്ടി നിങ്ങൾ ഈ കണ്ടുപിടിച്ച മൗലവിയാക്കൾ കണ്ടുപിടിച്ച സലഫിസക്കാർ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കടുത്ത ഈ മോശമായ ഈ ആരോപണം നിങ്ങൾക്ക് എവിടുന്ന് കിട്ടിയെന്നാണ് ഞങ്ങളുടെ ചോദ്യം. ആ ചോദ്യത്തിന് മുജാഹിദീങ്ങൾക്ക് മറുപടി സാധ്യമല്ല. ഇവരൊക്കെ മുന്നിട്ട് കൊണ്ട് ആർക്കണമെന്ന് ഫത്വയിൽ പറഞ്ഞു, നിങ്ങളും അത് അംഗീകരിക്കുന്നു. എന്താ നിങ്ങളുടെ തെളിവ്? ഞങ്ങൾക്ക് തെളിവുണ്ട്, പക്ഷെ നിങ്ങളുടെ തെളിവ് എന്താണെന്ന ചോദ്യം. തെളിവ് ഞങ്ങൾക്ക് മാത്രം മതിയോ? ഇവിടെ സുന്നികൾക്ക് മാത്രം മതിയോ തെളിവ്? നിങ്ങൾക്ക് തെളിവൊന്നും വേണ്ട. നിങ്ങൾക്ക് തെളിവൊന്നും വേണ്ട. യഥാർത്ഥത്തിൽ ഈ ആമീൻ പറയുന്നതിന്റെ വിധി എന്താണ്? അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചില്ലേ? മാ ഹസദത്തുകുമുൽ യഹൂദു മാ ഹസദത്തുകും അലാ ആമീൻ. നിങ്ങൾ മുസ്ലിം ഇസ്ലാമിക സമൂഹം, മുഅ്മിനീങ്ങൾ, മുസ്ലിമീങ്ങൾ ആമീൻ എന്നുള്ളത് പറയുന്നത് കേൾക്കുവാൻ ജൂതന്മാർക്ക് ഭയങ്കര അസൂയയാണ്. നിങ്ങളുടെ ആമീൻ എന്നുള്ള ആ ദുആഇനോടുള്ള അസൂയയോളം വേറൊരു കാര്യത്തിലും, നമ്മുടെ സാമ്പത്തിക മുന്നേറ്റത്തിലോ നമ്മുടെ സാമൂഹിക ഐക്യത്തിലോ മുസ്ലിം സമുദായത്തിന്റെ മറ്റു വളർച്ചയിലോ ഉയർച്ചയിലോ ഒന്നും തന്നെ ജൂതന്മാർക്ക് ഇത്രത്തോളം അസൂയയില്ല. ഒരാൾ ദ്വാരക്കുമ്പോൾ ബാക്കിയുള്ളവർ ആമീൻ ചൊല്ലുന്നു. നമ്മുടെ എല്ലാ സദസ്സുകളിലും നിസ്കാരശേഷമാവട്ടെ, വഴക്ക് തുടങ്ങുമ്പോഴാവട്ടെ, വഴക്ക് പിരിച്ചുവിടുമ്പോഴാവട്ടെ, അതുപോലെ കല്യാണ സദസ്സിലാവട്ടെ, ഭക്ഷണം കഴിച്ചതിന് ശേഷമാവട്ടെ, അല്ലെങ്കിൽ ഖബറിൽ പോകുമ്പോഴാവട്ടെ, അല്ലെങ്കിൽ മഖാമുകളിൽ സിയാറത്ത് ചെയ്യുമ്പോഴാവട്ടെ, ഒരാൾ ദ്വാരം കൊണ്ട് ബാക്കിയുള്ളവർ ആമീൻ ചൊല്ലുന്ന ഏർപ്പാട് അത് കണ്ടിട്ട് അസൂയ മൂത്തവരാണ് യഹൂദികൾ. ജൂതന്മാർക്ക് അതിനോട് കടുത്ത അസൂയയും അതിലുള്ള മുസ്ലിം സമുദായത്തിന്റെ ആ പ്രവർത്തനത്തിന്റെ പേരിൽ കടുത്ത നിരാശയുമാണ് ജൂതന്മാർക്കുള്ളത്. ആ ജൂതന്മാരുടെ പങ്കുപറ്റി ജീവിക്കുന്നവരാണ് സലഫിസക്കാർ. അതുകൊണ്ടല്ലേ അവർക്ക് ഈ ആമീനോട് ഇത്ര അസൂയ വരാൻ കാരണം? അതുകൊണ്ടാണല്ലോ അവർക്ക് ഈ ആമീനോട് ഇത്ര എതിർപ്പ് വരാൻ കാരണം? അതുകൊണ്ടാണല്ലോ ഈ ആമീനെ കുറിച്ച് വിദഗ്ധർ ആരോപിക്കാൻ കാരണം? അതുകൊണ്ടാണല്ലോ ഈ ആമീൻ ചൊല്ലുന്ന ഏർപ്പാടിനെ സംബന്ധിച്ച് വളരെ പരിഹാസ്യമായ, വളരെ മ്ലേച്ഛമായ കണ്ണോടുകൂടി അവർ നോക്കിക്കാണാൻ കാരണം? അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് ഫഅക്സിറൂ മിൻ ഖൗലി ആമീൻ, നിങ്ങൾ ആമീൻ എന്നുള്ളതിനെ എപ്പോഴും പെരുപ്പിച്ചുകൊണ്ടിരിക്കണേ. ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നൽ യഹൂദ ഖൗമുൻ ഹുസ്സദുൻ വഹും ലാ യഹ്സുദൂനനാ അലാ ശൈഇൻ കമാ യഹ്സുദൂനാ അലൽ ഇസ്ലാമി വഅലാ ആമീൻ. ആമീൻ ചൊല്ലുന്നതിനോട് അവർ കാണിക്കുന്ന അസൂയയേക്കാൾ മറ്റൊരു കാര്യത്തിലും അവർ നമ്മളോട് അസൂയ കാണിക്കുന്നില്ല എന്നാരാ പറയുന്നത്? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജൂതന്മാരുടെ സ്വഭാവത്തെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുകയാണ്. അതേ ജൂതന്മാരുടെ അതേ ശൈലിയാണ്, അതേ രീതിയാണ് ഇന്ന് യഥാർത്ഥത്തിൽ എന്റെ പ്രിയപ്പെട്ട മുസ്ലിങ്ങളെ ഇവിടെ വഹാബികളും വഹാബി സലഫിസവും ഇവിടെ ഇന്ന് പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജൂതന്മാരുടെ ഈ സ്വഭാവത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുമ്പോൾ ഞാൻ ഇനി ആ വിഷയത്തിലേക്ക് കൂടുതൽ പ്രവേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഫതുഹുൽ മുഈൻ എന്ന ഗ്രന്ഥത്തിൽ കൂട്ടുപ്രാർത്ഥനയെ അംഗീകരിക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും അത് സുന്നത്താണെന്ന് പഠിപ്പിക്കുകയും ചെയ്യുകയാണ് ചെയ്തത്. അതിനെ തകർക്കുവാൻ വേണ്ടി ഫതുഹുൽ മുഈനിൽ കൂട്ടുപ്രാർത്ഥനയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത, ലവലേശം ബന്ധമില്ലാത്ത മറ്റൊരു ഇബാറത്തിനെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വലിച്ചിടച്ചു എന്ന് പറയുന്ന കൊടും പാതകമാണ് വഹാബി സലഫിസക്കാർ ഇന്നിവിടെ
നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ദുഷ്ടമായ പ്രചാരണങ്ങളിൽ നിന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ വിട്ടുനിൽക്കണം. അവരുടെ ദുഷ്പ്രചരണങ്ങളും അവരുടെ ദുഷ്പ്രവർത്തനങ്ങളും തിരിച്ചറിയണമെന്ന് മാത്രം ഈ സന്ദർഭത്തിൽ എന്റെ സുഹൃത്തുക്കളോട് എല്ലാവരോടും ഉണർത്തിക്കൊണ്ട് ഞാൻ വാക്കുകൾ തൽക്കാലം വിരാമം കുറിക്കുന്നു. വആഖിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. ബഹുമാന സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വിഷയവുമായി എന്ത് സംശയമുണ്ടെങ്കിലും മൈക്കിലേക്ക് വരാവുന്നതാണ്. ഉസ്താദ് അല്പസമയം കൂടി ക്ലാസ് റൂമിൽ ഉണ്ടാകും. ഇത് സംബന്ധമായ സംശയങ്ങൾക്ക് നിവാരണം നൽകാൻ ഉസ്താദ് തയ്യാറാണ്. അപ്പോ സംശയമുള്ളവരെല്ലാം റൈസ് ഹാൻഡ് ചെയ്ത് മേലെ വരേണ്ടതാണ്. ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. നമ്മുടെ ക്ലാസ് റൂം അതിനുള്ള ഒരുക്കിയിട്ടുണ്ട്. ചോദ്യാർത്ഥികൾ ആരെങ്കിലും ഉണ്ടോ? ഈ കേട്ടതിൽ നിന്ന് എന്തെങ്കിലും സംശയങ്ങൾ ഉള്ളവരുണ്ടോ? സംശയ നിവാരണത്തിനുള്ള അവസരമാണ് ഇപ്പോ. വഹാബി, മൗദൂദി, ഷഹരിയാക്കളൊക്കെ ഉണ്ടെങ്കിൽ മൈക്കിലേക്ക് വരാവുന്നതാണ്. ആരുമില്ല. ദാറുൽ ഹിന്ദൊക്കെ എത്തിയിട്ടുണ്ടല്ലോ. അപ്പോ ചോദ്യാർത്ഥികൾ ആരും ഇല്ല ഉസ്താദ്. ഉസ്താദ് എന്ന ക്ലാസ് അവസാനിപ്പിക്കുക. ഉസ്താദ് മൈക്കിലേക്ക് വന്നിട്ട് അവസാനിപ്പിക്കുക. അതുകൊണ്ട് ഖലീലൊക്കെ ഉണ്ടല്ലോ. ചോദ്യാർത്ഥികൾ ഉണ്ടോന്ന് ഖലീല ചോദിച്ചത്. അല്ലാതെ മുടിപ്പള്ളി എവിടെയെന്ന് ചോദിക്കുമ്പോ അത് വരുമ്പോ പറയും എന്ന് പറയുന്ന രീതിയല്ല. വിഷയമുള്ളവർക്ക് മൈക്കിലേക്ക് വരാവുന്നതാണ്. ഇനി ആരുമില്ല എന്നുണ്ടെങ്കിൽ ഉസ്താദ് മൈക്കിലേക്ക് വന്ന് ഇവിടെ അവസാനിപ്പിക്കേണ്ടതാണ്. അപ്പോ കാര്യമായ ചോദ്യങ്ങളൊന്നും ഇവിടെ ഇല്ല. ചോദ്യം ചോദിക്കാൻ ഒരു പരിധിയില്ല. അതുകൊണ്ടാണ് ചോദ്യങ്ങൾ വരാത്തത് എന്ന് മനസ്സിലാക്കാം. ഉറഞ്ഞു തുള്ളുന്ന വഹാബികൾ വൈറസിൽ നിന്ന് ഇപ്പോൾ പുറംതിരിഞ്ഞോടിയിരിക്കും. ഇപ്പോൾ സ്വകാര്യ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ പാവങ്ങളായ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുക. തുറന്ന സദസ്സിലേക്ക് വരാൻ ഇപ്പോൾ അവർക്ക് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദ് DC ആയി പോയതാന്ന് തോന്നുന്നു. ഉസ്താദ് DC ആണ്. ഉസ്താദ് കേൾക്കുന്നുണ്ടോ? ഉസ്താദ് കേൾക്കുന്നുണ്ടോ? മൈക്ക് പോയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട MT ദാരിമി ഉസ്താദ് കേൾക്കുന്നുണ്ടോ? ഉസ്താദ് കേൾക്കുന്നുണ്ടോ? ഉസ്താദ് DC ആണെന്ന് തോന്നുന്നു. ബിസ്മില്ലാഹി ഉസ്താദൊക്കെ എത്തിയിട്ടുണ്ടല്ലോ. DC ആണല്ലേ? ഒന്ന് ബൗൺസ് ചെയ്ത് നോക്കാം. എന്തായാലും ഉടനെ വരും. അപ്പോ ഇൻഷാ അല്ലാഹ് ഉടനെ വരുമായിരിക്കും. ഉസ്താദിന്റെ മൈക്ക് പോയതാണ്. ബിസ്മില്ലാഹി ഉസ്താദ്. അപ്പൊ ഇന്നത്തെ ക്ലാസ് കേട്ടായിരുന്നു ഉസ്താദ്? ഇന്ന് നിസ്കാരശേഷമുള്ള കൂട്ടുപ്രാർത്ഥനയെ കുറിച്ചുള്ള ക്ലാസ്സാണ് ബഹുമാനപ്പെട്ട MT ദാരിമി ഇതുവരെ എടുത്തത്.
അദ്ദേഹം DC ആയി പോയിട്ടുണ്ട്. ഇപ്പോൾ ഉടനെ വരും എന്ന് പ്രതീക്ഷിക്കുന്നു. ചോദ്യം ചോദിക്കാനൊന്നും ആരുമില്ല അല്ലേ? എന്താണ് അവസ്ഥ? ഒരു സ്ഥിരമായിട്ടൊരു വഹാബി നമ്മുടെ ക്ലാസ് റൂമിൽ വരാറുണ്ടല്ലോ. ബിസ്മില്ലാഹി ഉസ്താദ്. സ്ഥിരമായി നമ്മുടെ ക്ലാസ് റൂമിൽ ഒരു വഹാബി പണ്ട് വരാറുണ്ട്. അത് MT മുബറക്കാരി ഉസ്താദിന്റെ മുന്നിൽ മുട്ടുമടക്കി ഇപ്പൊ ഈ ക്ലാസ് റൂമിലേക്കേ വരുന്നില്ല. അപ്പൊ കുറെ നാളായില്ല കണ്ടിട്ടല്ലേ? ഒരു സലഫു എന്ന് ഒരു സലഫി വരാറുണ്ടല്ലോ അല്ലേ? ഇപ്പൊ ആളെ കാണാനേ ഇല്ല. അതൊക്കെയാണ് ഇവരുടെ അവസ്ഥ. മൻഹജ് സലഫ്, അത് തന്നെ, മൻഹജ് സലഫ്, അത് തന്നെ. ദാറുൽ ഹിന്ദിനൊക്കെ ഓർമ്മയുണ്ട്. കാരണം ഈ ക്ലാസ് റൂമിൽ എപ്പോഴും കയറിയിരിക്കുന്ന ആളാണ് ദാറുൽ ഹിന്ദ് അല്ല? ദാറുൽ ഹിന്ദ്. ഈ ക്ലാസ് റൂമിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയാം ഇവ. എന്തായാലും ഇപ്പൊ അദ്ദേഹത്തെ ഒന്നും കാണുന്നില്ല. സാധാരണ 11:45 വരും. MT വരും. ഉസ്താദ് എത്തിയിട്ടില്ല. ഉസ്താദ് നിങ്ങൾ DC ആയതാണ്, അപ്പോ റൈസാൻഡ് ചെയ്തോളൂ. ബിസ്മില്ലാഹി. ഉസ്താദ് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാട്ടോ. ഇന്ന് ആരും ഉണ്ടായി, അപ്പൊ അതുകൊണ്ട് ബിസ്മില്ലാഹി അതിനെ ചോദിക്കെങ്കിൽ MT വരും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ സിക്റൊക്കെ നിസ്കാരത്തിന്റെ ശേഷം നമ്മള് സിക്റൊക്കെ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ഒക്കെ മെല്ലെ ചൊല്ലും. അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ഉറക്കെ ചൊല്ലുണ്ടല്ലോ, അതിനെന്താണ് തെളിവ്? അത് ഏതിന്റെ അടിസ്ഥാനത്തിലാണെന്നുള്ളതാണ് അറിയേണ്ടത്. അത് നേരത്തെ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഇബാറത്ത് ഞാൻ വായിച്ചല്ലോ. ബഹുമാനപ്പെട്ടവർ പറഞ്ഞ എന്താണ്? ബഹുമാനപ്പെട്ടവർ ഫത്താവുൽ കുബറയില് പറയുകയാണ്. എന്താ പറയുന്നത്? السنة في أكثر الأدعية والأذكار الإسرار إلا لمقتضٍ. വിക്രുദുആകളിൽ അധികത്തിലും സുന്നത്തായത് പതുക്കെ നിർവഹിക്കലാണ്. ഇല്ലാലി മുഖ്തദിൻ, കാരണമുണ്ടായാലൊഴികെ. അപ്പോ ഉറക്കയാക്കാൻ താല്പര്യപ്പെടുന്ന കാരണങ്ങളുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യാം? ഉറക്ക നിർവഹിക്കാമാണ്. അതിൽപ്പെട്ട ഒരു കാരണമാണ് മൗമൂമീങ്ങളെ ദുആയിൽ ഏകീകരിപ്പിക്കുക എന്നുള്ളത്. ദിക്ർ ചൊല്ലുമ്പോൾ പലരും പല രൂപത്തിലേക്കാണ്. ഇപ്പോ എല്ലാവരും ചിലപ്പോൾ സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി അല്ലാഹു അക്ബർ എന്ന് മുഴുവനായിട്ടുണ്ടാവില്ല. അപ്പൊ അഫ്ളൽ ദിക്ർ എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എല്ലാവരും കൊണ്ട് ഒരേ ശബ്ദത്തിൽ ഉറക്കനെ ചൊല്ലിയാൽ എല്ലാവരും ഈ ദുആയിലേക്ക് പാകപ്പെടും. അപ്പൊ പിന്നെ ഇമാമ് മൗമൂമിങ്ങളെ ദുആ ചെയ്യിപ്പിക്കുക, ദുആക്ക് ആമീൻ ഉദ്ദേശിച്ചാൽ ഉറക്കയാക്കൽ സുന്നത്താണ്. അപ്പൊ ആ സുന്നത്ത് ഇമാമ് നിർവഹിക്കണമെന്നുണ്ടെങ്കിൽ മൗമൂമിങ്ങൾ ദുആക്ക് ആമീൻ പറയുന്ന ആ ഒരു ഏകോപനത്തിലേക്ക് എത്തണം. അതിനു വേണ്ടിയാണ് അവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് ഉറക്കെ ചൊല്ലുന്നത്. അവരെല്ലാവരും ഒരേ സ്വരത്തിൽ ദിക്ർ ചൊല്ലുമ്പോൾ ഇനി അവര് ഇമാം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് തുടങ്ങുന്ന ദുആക്ക് ആമീൻ പറയാൻ സജ്ജരായി. അപ്പൊ അതിനു വേണ്ടിയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെയാക്കുന്നതും ബാക്കിയുള്ളിടത്തൊക്കെ പതുക്കെ ചൊല്ലുന്നത്. അപ്പോ ചോദ്യങ്ങൾ കഴിഞ്ഞെന്നാണ് വിചാരിക്കുന്നത്. ഇനി അടുത്ത വിഷയം ആണ് ചർച്ച ചെയ്യാൻ. അടുത്ത വിഷയം നമ്മൾ തീരുമാനമാക്കണം. ഇപ്പോ വാട്സാപ്പുകളില് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന 1-2 വിഷയങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഖുതുബ അനറബി ഭാഷയിൽ, ജുമാ ഖുതുബ അനറബി ഭാഷയിൽ എന്ന വിഷയം. രണ്ടാമത്തത് മഹാനായ മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഫത്ഹുർ റബ്ബാനി എന്ന ഗ്രന്ഥത്തിൽ മുജാഹിദുകളുടെ തൗഹീദാണ് പറയുന്നത്, അഥവാ സലഫിസക്കാരുടെ തൗഹീദാണ് പറയുന്നത്. ഇങ്ങനെ 2 വിഷയം. ഇത് ഇവരുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ഇവർ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. അപ്പോൾ നമുക്ക് തുടർച്ചയായിട്ട് അടുത്ത ആഴ്ചയിലും അതിനപ്പുറത്തുള്ള ആഴ്ചയിലും ഈ 2 വിഷയങ്ങൾ ക്ലാസ് എടുക്കാം. നമ്മളെ
മൊത്തത്തിൽ നമ്മൾ വിഷയത്തിന്റെ പേര് ഫതുഹുൽ മുഈൻ ഹദീസിനെതിരോ എന്നുള്ളത് തന്നെയായിക്കോട്ടെ. അതിന്റെ പാർട്ട് 4 അടുത്ത പാർട്ടായിട്ട് അനറബി ജുമാ ഖുതുബ അനറബി ഭാഷയിൽ മണ്ടിയിൽ മനസ്സിലാക്കിയില്ലേ? ജുമുഅ ഖുതുബ അനറബി ഭാഷയിൽ. ഖുതുബ പരിഭാഷ എന്നല്ല, ജുമുഅ ഖുതുബ അനറബി ഭാഷയിൽ അങ്ങനെ കൊടുക്കണം. എന്നിട്ട് അത് എല്ലാ സ്ഥലത്തും പ്രചരിപ്പിക്കണം. ഇവിടെ നടക്കുന്ന ക്ലാസ് 1 മണിക്കൂറാണെങ്കിൽ അത് എന്തു ചെയ്യണം? യൂട്യൂബിലും അതുപോലെ വാട്സാപ്പിന്റെ വിവിധ ഗ്രൂപ്പുകളിലൊക്കെ അത് നമ്മൾ പ്രചരിപ്പിക്കണം എന്നുകൂടി ഇവിടെ അറിയിക്കുക. ഒരു ചോദ്യമുണ്ട് എന്ന് പറയുന്നുണ്ട് അബു സവാദ്. അദ്ദേഹത്തിന്റെ ചോദ്യത്തിലേക്ക് മൈക്ക് റിലീസ് ചെയ്യാം. ഉസ്താദ്, ഒരു ചോദ്യം. ജമാഅത്ത് ഇസ്ലാമിക്കാരെ പോലുള്ളവര് സാധാരണ ഖുർആൻ ക്ലാസ് ഒക്കെ നടത്തുമ്പോൾ അവര് കൂട്ടുപ്രാർത്ഥന നടത്താറുണ്ട്. ഒരാൾ ദുആ ചെയ്യും, മറ്റുള്ളവരെല്ലാവരും ആമീൻ പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ നിസ്കാരത്തിന് ശേഷം അവരത് ചെയ്യുന്നില്ല. അപ്പൊ അതിന് അവർക്ക് എന്താണ് തെളിവ് എന്ന് ഒന്ന് വിശദീകരിക്കാമോ? അതായത് അവരുടെ എന്തെങ്കിലും യോഗങ്ങളോ എന്തെങ്കിലുമൊക്കെ നടക്കുന്ന സമയത്ത് അവര് കൂട്ടുപ്രാർത്ഥന നടത്താറുണ്ട് നമ്മളതുപോലെ തന്നെ. നിസ്കാരശേഷം അവരത് ചെയ്യുന്നുമില്ല. അപ്പൊ അത് അവർക്ക് ഇത് മാത്രം ചെയ്യാനായിട്ട് എവിടെ നിന്നാണ് തെളിവ് എന്നൊന്ന് വിശദീകരിക്കാം. അവരുടെ പ്രവർത്തനത്തിന് തെളിവ് പറയേണ്ട ബാധ്യത നമുക്കില്ല. പക്ഷെ നമുക്ക് അവിടെ ചോദ്യം ചോദിക്കാം. എന്താ ചോദിക്കുക? എന്താണ് നിങ്ങളുടെ ഈ വിവേചനത്തിന്റെ മാനദണ്ഡം? പ്രസംഗ സദസ്സിൽ നിങ്ങൾ കൂട്ടുപ്രാർത്ഥന നടത്തുന്നു, നിസ്കാര ശേഷം നടത്തുന്നില്ല എന്ന് മാത്രമല്ല, നടത്തുന്നത് തെറ്റാണ് എന്ന് വാദിക്കും. നടത്തുന്നത് തെറ്റാണെന്ന് വാദിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. നിസ്കാരത്തിന് ശേഷം ഇപ്പോ ദുആ ചെയ്യാതെ എഴുന്നേറ്റ് പോകുന്നവരുണ്ട്, അല്ലെങ്കിൽ ആമീൻ ചൊല്ലാതെ എഴുന്നേറ്റ് പോകുന്നവരുണ്ട്. അതൊക്കെ അവരവരുടെ വ്യക്തി താല്പര്യത്തിനും വ്യക്തി സൗകര്യത്തിനും വേണ്ടി ചെയ്യുന്നതാണ്. അതേസമയത്ത് അങ്ങനെ ചെയ്യുന്നവരെ വിമർശിക്കുകയും അങ്ങനെ ചെയ്യുന്നത് തെറ്റാണെന്ന് പറയുകയും ചെയ്യുന്ന ആളുകൾ എന്തുകൊണ്ട് ഈ പ്രസംഗ സദസ്സുകൾ പിരിച്ചുവിടുമ്പോൾ കൂട്ടുപ്രാർത്ഥന ചെയ്യുന്നു? എന്താണ് നിങ്ങളുടെ തെളിവ്? ഏതാണ് അതിന്റെ ഹദീസ്? ഏതാണ് അതിന്റെ ആയത്ത്? ഏതാണ് അതിന്റെ പ്രമാണം എന്ന് അവരോട് ചോദിക്കണം. എന്താ ഒരു മറുപടി തരാം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഇങ്ങനെ വഴന്നു പറയുമ്പോ കൂട്ടുപ്രാർത്ഥന നടത്തിയിട്ടാണോ സദസ്സ് പിരിച്ചുവിട്ടത്? പറയട്ടെ. അപ്പോ എന്താണ് അവരുടെ തെളിവ്? തെളിവ് ഇങ്ങോട്ട് മാത്രമല്ല ചോദിക്കേണ്ടത്, അവർ ചെയ്യുന്നതിന്റെ തെളിവെന്ത് അത് പറയണം. അത് ശരിക്കും ഒരു കൃത്യമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അതാ വഴന്നു പറയുന്നു, സ്വഹാബിമാരത് കേൾക്കുന്നു. അങ്ങനെ പിരിച്ചുവിടാൻ നേരത്ത് കൂട്ടുപ്രാർത്ഥന നടത്തിക്കൊണ്ട് സ്വഹാബിമാർ ആമീൻ ചൊല്ലുന്നു എന്നത് കാണിച്ചു തരണം. അത് കാണിച്ചു തരാൻ എന്തുകൊണ്ട് ഇവർ തയ്യാറാകുന്നില്ല, ഇവർ മുതിരുന്നില്ല? അപ്പൊ ഇവർക്ക് തെളിവ് വേണ്ട എന്നും തെളിവ് വേണ്ടതൊക്കെ സുന്നികൾക്ക് മാത്രമാണ് എന്നുമുള്ള ഈ ഇരട്ടത്താപ്പ് നയം അത് അവരെ പഠിപ്പിച്ചു കൊടുക്കുക എന്നതാണ് ഇന്ന് നമ്മൾ ചെയ്യുന്ന ഈ വിഷയത്തിലുള്ള ഏറ്റവും വലിയ ദഅവത്ത്. ബിസ്മില്ലാഹി ഉസ്താദ് കൈ പൊന്നിച്ചത് എന്തിനാണെന്നറിയില്ല, ഞാൻ അദ്ദേഹത്തിന് വേണ്ടി റിലീസാക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇപ്പോ ഫത്ഹുൽ മുഈനുമായി ബന്ധപ്പെട്ട സൈൻദ് മഖ്തൂം റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹിജ്റ 5 സഹാബത്തൊക്കെ കേരളത്തിൽ വന്നു, ഇസ്ലാം പ്രബോധനം ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ ശേഷം പിന്നെ കുറെ കാലം ഇതുമായി ഒന്നുമില്ലാതെ പിന്നെ സൈൻദ് മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹിന്റെ അവിടുന്നാണ് പിന്നെ ഇസ്ലാമിക ചൈതന്യം കേരളത്തിൽ ഉണ്ടായത് എന്നൊക്കെ പറയപ്പെടുന്നുണ്ടല്ലോ. അപ്പൊ ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു കാലഘട്ടമായിരുന്നോ എന്നുള്ളതാണ് അറിയേണ്ടത്. സൈൻദ് മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹിന്റെ മുമ്പുള്ള കാലഘട്ടം, സഹാബത്തിന്റെ ഇടയിലുള്ള കുറെ കാലം ഉണ്ടല്ലോ, ആ കാലത്ത് അതിന്റെ ഇടയിലുള്ള അവസ്ഥ എന്തായിരുന്നു എന്നുള്ളതാണ്. അതിന്റെ ഇടയിലുള്ള അവസ്ഥ എന്തായിരുന്നു എന്ന് വെച്ചാല്, സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഒന്നാമനും രണ്ടാമനൊക്കെ അവിടെ ജീവിച്ചിരുന്നത് ഹിജ്റ 900-1000 കാലഘട്ടത്തിലാണ്. എന്നാൽ ഹിജ്റ 600-കളിൽ തന്നെ താനൂര്
വലിയ കുളങ്ങര പള്ളിയിൽ ദർസ് നടത്തിയിരുന്നു എന്നല്ലേ? അപ്പൊ അതോ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അനേകം പണ്ഡിതന്മാർ അവിടെ പഠിച്ചു പോയിട്ടുണ്ട് എന്നല്ലേ? അപ്പോ ജൈനതി മഹദൂം റളിയല്ലാഹു അൻഹു വരുന്നതിന് മുമ്പ് ഇസ്ലാമിന്റെ ഒരു ജാഗരണ പ്രവർത്തനങ്ങളും കേരളത്തിൽ നടന്നിട്ടില്ല. സ്വഹാബിമാരിവിടെ പ്രചാരണം നടത്തി ആ കാലഘട്ടത്തിന് ശേഷം പിന്നെ നൂറ്റാണ്ടുകളോളം ഇവിടെ ഒന്നും നടന്നിട്ടില്ല എന്ന് പറയുന്നത് മഹാമണ്ഡത്തരാണ്. കാരണം താനൂർ വലിയ കുളങ്ങര പള്ളിയിലല്ലേ ഇസ്ലാമുൽ ഉലൂമിനെ തൊട്ടടുത്ത് ഉള്ള ആ പള്ളി, ആ പള്ളിയിൽ ഹിജ്റ 600കളിലോ 500കളിലോ അവിടെ ദർസ് നടന്നിരുന്നു എന്നതിന് രേഖകളുണ്ട്. ദർസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദർസ് എന്ന് പറഞ്ഞിട്ട് ദീനിന്റെ ഉന്നത വിദ്യാഭ്യാസമാണ്, പ്രാഥമിക വിദ്യാഭ്യാസമല്ല. ഫത്വയ്ക്ക് യോഗ്യരായ 4 മദ്ഹബിലും പ്രാവീണ്യമുള്ള അവഗാഹമുള്ള മഹാപണ്ഡിതന്മാരെ വാർത്തുവിടുന്ന കേന്ദ്രമാണ് പള്ളി ദർസ്. അങ്ങനെയുള്ള കേന്ദ്രത്തിൽ ലോകത്തിന്റെ വിവിധ ദിക്കുകളിൽ നിന്ന് ആളുകൾ വന്ന് പഠിച്ചിട്ടുണ്ടായിരുന്ന അത്രത്തോളം വൈജ്ഞാനികമായ ഉയർച്ച പ്രാപിച്ച ഒരു സമൂഹം കേരളത്തിൽ ജൈനുദ്ദീൻ മഹദൂം റളിയല്ലാഹു അൻഹു കാലഘട്ടത്തിന് മുമ്പേ കഴിഞ്ഞുപോയി എന്നല്ലേ? പിന്നെങ്ങനെയാണ് ഈ പറഞ്ഞത് ശരിയാകുക? അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു മൂജബകുലിനെ എതിർക്കാൻ, ഒരു സാലിബകുലിനെ എതിർക്കാൻ ഒരു മൂജബ ജുസി മദീന, സാലിബകുലിനെ എതിർക്കാൻ ഒരു മൂജബ ജുസി മദീന. അപ്പൊ ഇവർ പറഞ്ഞെന്താ, സ്വഹാബത്തിന്റെ കാലഘട്ടം മുതൽ പിന്നീട് ജൈനുദ്ദീൻ മഖ്ദൂമുമാരുടെ കാലഘട്ടം വരേക്കും ഇവിടെ ഇസ്ലാമിന്റെ ഒരു പ്രബോധന പ്രവർത്തനങ്ങളും കാര്യമായി നടന്നിട്ടില്ല എന്ന നിലക്കാണ് ഇവർ ദുഷ്ടമായ പ്രചാരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് ചരിത്രം പഠിച്ച ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ ഇസ്ലാമിക ചരിത്രത്തെക്കുറിച്ച് നേരിയ തരത്തിലെങ്കിലും മനസ്സിലാക്കിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് തികച്ചും അവാസ്തവമാണ് എന്ന് മനസ്സിലാക്കാൻ പ്രയാസമില്ല എന്നാണ് ആ ചോദ്യത്തിന് പറയാനുള്ള മറുപടി. അപ്പൊ ഇനി ചോദ്യക്കാരൊന്നും ആരും ഉണ്ടാവില്ല എന്ന് വിചാരിക്കല്ലേ? അപ്പൊ ഇൻഷാ അല്ലാഹ് അടുത്ത ബുധനാഴ്ച രാത്രി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനത്തെ ക്ലാസ് ഒക്കെ കേൾക്കാനുള്ള തൗഫീഖ്, നടത്താനുള്ള തൗഫീഖ് എംടി ദാരിമി ഉസ്താദിന് പ്രദാനം ചെയ്യട്ടെ. എല്ലാവിധ നന്ദി ഇപ്പോൾ അറിയിക്കുന്ന പറഞ്ഞാൽ അല്ലാഹു തആല എല്ലാവിധ ഖൈറും ബർക്കത്തും ചെയ്യട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ് എംടി ദാരി ഉസ്താദ് മൈക്കിലേക്ക് വരെ അവസാനിപ്പിക്കാം ഇൻഷാ അല്ലാഹ്. ഈ സാലിബകുല്ലിനെ തോൽപ്പിക്കാൻ, സാലിബകുല്ലിയെ തോൽപ്പിക്കാൻ മൂജിബ് ജുസി മദീന ഞാൻ പറഞ്ഞല്ലോ, അത് മന്ദിക്കിന്റെ നിയമമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വഹാബികൾ എന്ത് ചെയ്യുന്നത്, മന്ദിക്കിന്റെ നിയമമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ അവര് ചെറുതാക്കി കാണും. അത് മന്ദിക്കിന്റെ നിയമമല്ല, അത് ഖുർആനിന്റെ നിയമമാണ്. വഹാബികളുടെ വാദം എന്താണെന്ന് വെച്ചാൽ അഭൗതിക മാർഗത്തിൽ, മറഞ്ഞ മാർഗത്തിൽ ഒരു സഹായത്തേറ്റവും പടപ്പുകളോട് പാടില്ല എന്നല്ലേ. അതിനെ പൊളിക്കാൻ ഏതെങ്കിലും ഒരു സംഭവം മതി. ഒരു സഹായത്തേറ്റവും പാടില്ല എന്ന് വാദിക്കുന്ന വഹാബിയെ പൊളിക്കാം, സലഫിസക്കാരെ പൊളിക്കാൻ ഒരൊറ്റ സംഭവം മതി. അത് മന്ദിക്കുന്ന നിയമമല്ല, അത് ഖുർആനിന്റെ നിയമമാണ്. എവിടെയാണ് ഖുർആൻ അങ്ങനെ നിയമം പ്രയോഗിച്ചിട്ടുള്ളത്? വിശുദ്ധ ഖുർആൻ പറയുകയാണ്, വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രിഹി ഇദ് ഖാലൂ മാ അൻസലല്ലാഹു അലാ ബശരിൻ മിൻ ശൈഇൻ. ജൂതന്മാർ അല്ലാഹുവിനെ മനസ്സിലാക്കേണ്ട വിധം മനസ്സിലാക്കിയിട്ടില്ല, അല്ലാഹുവിനെ ബഹുമാനിക്കേണ്ട വിധം ബഹുമാനിച്ചിട്ടില്ല, അല്ലാഹുവിനെ മഹത്വപ്പെടുത്തേണ്ട വിധം മഹത്വപ്പെടുത്തിയിട്ടില്ല. എന്തുകൊണ്ട്? അല്ലാഹു തആല ഒരു മനുഷ്യന്റെ മേലും യാതൊരു ഗ്രന്ഥവും അവതരിപ്പിച്ചിട്ടില്ല എന്ന് അവരുടെ വാദം. സാലിബകുല്യ മൊത്തത്തിൽ നിഷേധിക്കാം, മുഴുവനായി നിഷേധിക്കാന്ന് സാലിബകുല്യ പറഞ്ഞാൽ.
അപ്പൊ അല്ലാഹു തആല ഒരാളുടെ മേലും ഒരാളുടെ മേലിലും ഒന്നും ഇറക്കിയിട്ടില്ല. ഇത് അള്ളാഹു അതിന് മറുപടി പറയുന്നുണ്ടാണ്, ഇറക്കിയിട്ടുണ്ട്. മൂസാ നബിയുടെ മേൽ തൗറാത്ത് ഇറക്കി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഒന്നും ഇറക്കിയിട്ടില്ല എന്ന വാദത്തിനെ ഖണ്ഡിച്ചുകൊണ്ട് മൂസാ നബിയുടെ മേൽ തൗറാത്ത് ഇറക്കി കൊടുത്തിട്ടുണ്ട് എന്ന ഒരു സംഭവം കൊണ്ട് ഇവരുടെ വാദത്തെ പൊളിക്കുന്നു. അല്ലാഹു തആല പറഞ്ഞു, വമാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദ്രിഹി ഇദ് ഖാലൂ മാ അൻസലല്ലാഹു അലാ ബശരിൻ മിൻ ശൈഇ قل من أنزل الكتاب الذي جاء به موسى نورا وهدى للناس. പറയുക നബിയെ, ആരാണ് മൂസാ നബി അലൈഹി ഇസ്ലാമിന് തൗറാത്ത് എന്ന ഗ്രന്ഥം ഇറക്കി കൊടുത്തത് ആരാണെന്ന് ചോദിക്കുക നബിയെ. അപ്പൊ ഒന്നും ഇറക്കി കൊടുത്തിട്ടില്ല എന്ന സാരിബകുല്ലിയായ വാദത്തിനെ ഖണ്ഡിച്ചുകൊണ്ട് അല്ലാഹു തആല മൂജിബ ജുസ്ഇയ കൊണ്ട് മറുപടി കൊടുത്തു. ഇത് കേവലം മന്ദിക്കുന്ന നിയമമാണ് എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് മന്ദിക്ക് ഓടിയിട്ടുണ്ടാവില്ല, മന്ദിക്ക് തിരിയില്ല. അപ്പോ തിരിയാത്തത് മനുഷ്യൻ തിരിയാത്തതിന്റെ ശത്രുവാണ് എന്ന് നിലയ്ക്ക് വഹാബികളൊക്കെ മന്ദിക്കിന്റെ ശത്രുക്കളാണ്. ആ ശത്രുത എവിടേക്കാ ചെന്ന് മുട്ടുന്നത്? അത് വിശുദ്ധ ഖുർആനിലേക്കാണ് അവരുടെ ശത്രുത ചെന്ന് മുട്ടുന്നത് എന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കണം. സാരിബുദ്ധി മൂജബുദ്ധി ഒന്ന് വിശദീകരിക്കാമോ? അതൊന്നും വിശദീകരിക്കാനൊന്നുമില്ല. എല്ലാ മനുഷ്യനും ജീവിയാണ്, അതാണ് മൂജബുദ്ധി. അതേസമയത്ത് ഒരു മനുഷ്യനും തന്നെ കല്ലല്ല, അതാണ് സാരിബുദ്ധി. മുഴുവനായി നിഷേധിക്കുമ്പോഴാണ് സാരിബുദ്ധി, മുഴുവനായിട്ട് സ്ഥിരപ്പെടുത്തുമ്പോഴാണ് മൂജബുദ്ധി. ഒരു വിഷയം മുഴുവനായി സ്ഥിരപ്പെടുത്തുമ്പോൾ മൂജിബുദ്ധിയാവും, മുഴുവനായി അതിനെ നിഷേധിക്കുന്ന വാചകം സാരിബുദ്ധിയുമാവും. എല്ലാ മനുഷ്യരും ഹയവാനാണ്, അത് മൂജിബുദ്ധിയാണ്. അതേസമയത്ത് ഒരു മനുഷ്യനും കല്ലല്ല, അത് സാരിബുദ്ധിയാണ്. ഇത്രയും അത് വിശദീകരിക്കാനൊന്നുമില്ല. ഉദാഹരണം പറയുമ്പോൾ തന്നെ മനസ്സിലാവുന്ന വിഷയമാണ്. ഞാൻ മൈക്ക് റിലീസ് ചെയ്യാണ്. ബിസ്മില്ലാഹി എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നറിയില്ല. മൈക്ക് റിലീസ് ചെയ്യും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇനിയുള്ള സംശയം ഫത്ഹുൽ മുഈനുമായി ബന്ധപ്പെട്ടത് അല്ലെങ്കിലും ദീനിയായ കാര്യമെന്ന് പറയുമ്പോൾ എല്ലാവുമായി ബന്ധപ്പെട്ടതിനല്ല, അങ്ങനെ ചോദിക്കാണ്. യാ ഇബാദല്ലാ അഗീസൂനി എന്ന അതുമായി ബന്ധപ്പെട്ട് അത് പിന്നെ ഹംബലി ഇമാമൊക്കെ അങ്ങനെ ചെയ്തു എന്നും, പക്ഷെ അത് സഹീഹല്ല, അന്ന് അവരത് സഹീഹാണ് എന്ന് ഭാവിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത്. അതിന്റെ ശേഷമാണ് അത് സഹീഹല്ല, അത് ദഈഫാണ്, അത് ദഈഫാവാനുള്ള കാരണങ്ങളൊക്കെ കണ്ടെത്തിയത് എന്നൊക്കെയാണ് ബാവമൗലിയെ പോലത്തെ വിസ്ഡത്തിന്റെ നേതാവുണ്ടല്ലോ ബാവമൗലി, അവരൊക്കെ പറയുന്നത്. അങ്ങനെയാണ് അവര് അതിനെ തുടർന്നിട്ടാണ് മദ്ഹബിന്റെ ഇമാമുകൾക്ക് കിട്ടാത്ത ഹദീസുകൾ ശേഷമുള്ളവർക്ക് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞെങ്കിലും അത് ചോദിച്ചപ്പോൾ അവർ ഒരു ഹദീസെങ്കിലും എന്ന് പറഞ്ഞപ്പോൾ അത് പറഞ്ഞിട്ടൊന്നുമില്ല. ഏതായാലും ഈ യാ ഇബാദല്ലാഹി സൂനി എന്ന ആ ഹദീസ് അതിന്റെ അവസ്ഥ എന്താണെന്നൊന്ന് വിശദീകരിച്ചെന്നാൽ നന്നായിരുന്നു. ഇപ്പോഴത്തെ വാട്സപ്പുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് അറിയേണ്ട ഒരു കേസായതുകൊണ്ട് ചോദിച്ചെന്ന് മാത്രം. കളവാണ് അവർ പറഞ്ഞത്. യാ ഇബാദല്ലാ അഗീസൂനി എന്ന ഹദീസ് അത് ഒരുപാട് റിപ്പോർട്ടുകളിൽ വന്നിട്ടുണ്ട്. അതിൽ ചില റിപ്പോർട്ടുകൾ ദഈഫാണ്, എന്നാൽ ചില റിപ്പോർട്ടുകൾ ദഈഫിന്റെ ആ അവസ്ഥയിൽ നിന്ന് ഉയർന്ന് അത് ഹസൻ എന്ന് പറയുന്ന തെളിവിന് ഉതകുന്ന സ്വഹീഹിനെ പോലെ തന്നെ തെളിവിന് പറ്റാവുന്ന അമൽ ചെയ്യാനുതകുന്ന പദവിയിലേക്ക്, അല്ലെങ്കിൽ ഹുക്മിനെ തന്നെ പിടിച്ചെടുക്കാവുന്ന പദവിയിലേക്ക് ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് കൂടുതൽ വിശദീകരിക്കുന്നില്ല. ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു തആല അൻഹു ആ ഹദീസ് ഹസനാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഹസനാണ് വഹസ്സനഹുൽ അസ്ഖലാനിയൂന. ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി അത് ഹസനാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഇമാം ഹാഫിദുൽ ഹൈസമി റളിയല്ലാഹു തആല അൻഹു ആ ഹദീസിനെ പറ്റി പറഞ്ഞത് അവിടുത്തെ മജ്മുഉ സവാരിന്റെ 17,102 ഹദീസായിട്ട് ഇതിനെ ഉദ്ധരിക്കാം. എന്താണ്? عن عتبة بن غزوان عن النبي الله صلى الله عليه وسلم قال إذا أضل أحدكم شيئا أو أراد عونا وهو بأرض ليس بها أنيس
ഒരാൾക്ക് എന്തെങ്കിലും വസ്തു നഷ്ടപ്പെട്ടു പോയാൽ അല്ലെങ്കിൽ സഹായം ഉദ്ദേശിച്ചാൽ മറ്റൊരാളുമില്ലാത്ത വിജനഭൂമിയിലായിരിക്കെ എപ്പോൾ യാ ഇബാദുല്ലാഹി അഗീസൂനി എന്നവൻ പറഞ്ഞുകൊള്ളട്ടെ. ഫഇന്ന ലില്ലാഹി ഇബാദൻ ലാ നറാഹും, അല്ലാഹു തആലക്ക് നാം കാണാത്ത ചില അടിമകളുണ്ട്. വഖദ് ജുർരിബദാലിക, ഈ ഹദീസ് ഫലമുള്ള ഹദീസാണ് എന്ന് പണ്ഡിതന്മാരും മുൻഗാമികളും അവരുടെ ജീവിതത്തിൽ അതിനെ പരീക്ഷിച്ചുകൊണ്ട് അവർക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു എന്നാണ്. ഈ ഹദീസിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഹാഫിദുൽ ഹൈസമി ഈ ഒന്നാമത്തേരാണ് പറഞ്ഞത്, ഈ ഹദീസിന്റെ റിപ്പോർട്ടർമാർ വിശ്വസ്തരാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹദീസിന്റെ റിപ്പോർട്ടർമാർ വിശ്വസ്തരാണ്. അതുകൊണ്ട് സഹീഹിന്റെ ആ മർത്തബ പ്രാപിച്ചിട്ടില്ല എങ്കിലും ഹസൻ എന്ന് പറയുന്ന ആ ഒരു മർത്തബയിലാണ് ഈ ഹദീസ് ഉള്ളത്. ഇനി വേണമെങ്കിൽ ഇൻഷാ അല്ലാഹ് യാ ഇബാദല്ലാഹ് അഈനൂനി എന്നുള്ള ഈ ഹദീസുമായി ബന്ധപ്പെട്ട് വാട്സപ്പിൽ വേണമെങ്കിൽ ഉത്തരവാദപ്പെട്ട പണ്ഡിതന്മാരുമായിട്ട് ഒരു സംവാദം നമുക്ക് നടത്താം. ഈ ബൈലക്സിൻ ക്ലാസ് റൂമിൽ ഇപ്പോൾ അവർ വരുന്നില്ല, അവർ ഒളിച്ചോടുകയാണ്. അപ്പോ ഇങ്ങനെയുള്ള വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ അവർ തയ്യാറുണ്ടോ എങ്കിൽ ഈ ഹദീസുമായി ബന്ധപ്പെട്ട് ഇത് തെളിവിന് പറ്റുന്നതാണോ അല്ലയോ വിഷയങ്ങൾ കൊടുക്കുക. യാ ഇബാദല്ലാഹ് അഈനൂനി എന്നുള്ളത് അമല് ചെയ്യാൻ തെളിവിന് പറ്റുന്നതാണ് എന്ന് നമ്മളെ വാദം. അത് തെളിവിന് പറ്റുന്നതല്ല, അത് അമല് ചെയ്യാൻ കൊള്ളരുതാത്തതാണ് എന്ന് അവരുടെ വാദവും. ഒരു സംവാദം നടക്കട്ടെ വ്യവസ്ഥാപിതമായിട്ട്. പക്ഷേ കേരളത്തിലുള്ള മുജാഹിദ് സലഫിസത്തിന്റെ പ്രതിനിധിയാണ് എന്ന് സമ്മതിക്കണം. അത് സമ്മതിക്കണം എന്ന് പറയാൻ കാരണം ഈ വാട്സാപ്പിൽ വരുന്ന അജ്ഞാത മൗലവിമാർ, ഈ അജ്ഞാതരായ മൗലവിമാര് അവരുടെ നേതാക്കന്മാർ പറഞ്ഞതിനെ ഒട്ടും അവര് എന്ത് ചെയ്യൂല, അംഗീകരിക്കൂല. അവരെ തള്ളിപ്പറയും. നിങ്ങൾ തള്ളിപ്പറയുമ്പോൾ അത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മുജാഹിദ് സലഫിസത്തിന്റെ ആളുകളാണെന്ന് അവർ സമ്മതിക്കുകയുമില്ല. അപ്പൊ മുജാഹിദ് സലഫിസക്കാർക്ക് അവരെന്ത് പറഞ്ഞാലും കുഴപ്പമില്ല. അപ്പൊ ആ ഒരു രീതി ഉണ്ടാവുമ്പോൾ ഇപ്പോ നമ്മുടെ ഈ നിസ്കാരാനന്തര കൂട്ടുപ്രാർത്ഥനയെ സംബന്ധിച്ചുള്ള ചർച്ചയിൽ യഥാർത്ഥത്തിൽ മുജാഹിദ് സലഫിസത്തിന്റെ വാദം എന്താണ്, അവരുടെ നേതാക്കന്മാരുടെ വാദം എന്താണ്? കെ എം മൗലവി അയാളുടെ ഫത്വകൾ എന്ന പുസ്തകത്തിൽ പറയുന്നു നിസ്കാരാനന്തര കൂട്ടുപ്രാർത്ഥന സുന്നത്താണ്. ഇപ്പത്തെ മുജാഹിദുകൾ പറയുന്നു അത് ബിദ്അത്താണ്, അനാചാരമാണ്. അപ്പൊ സദാചാരമാണെന്ന് നേതാക്കൾ പറയുന്നു, അനാചാരമാണെന്നും ഹറാമാണെന്നും ഇപ്പത്തെ ആൾക്കാർ പറയുന്നു. കടുത്ത ഹറാമാണ്, അനാചാരമാണ് എന്ന് ഇപ്പത്തെ മുജാഹിദുകൾ പറയുന്നു. അതേസമയത്ത് ഒറിജിനൽ മുജാഹിദുകൾ അത് സുന്നത്താണ്, നല്ല കാര്യമാണ് എന്നും പറയുന്നു. അപ്പൊ കെ എം മൗലവി എന്തുകൊണ്ട് നിങ്ങൾ കെ എം മൗലവിയെ അംഗീകരിക്കുന്നില്ല? ഇത് കെ എം മൗലവി പഴയ കാലത്ത് എഴുതിയതാണ്, ഇന്ന് ഞങ്ങളത് അംഗീകരിക്കുന്നില്ല എന്നാണെങ്കിൽ ഇന്നിപ്പോ ഏറ്റവും പുതുതായിട്ട് മുജാഹിദ് യുവത ബുക്സ് അതിപ്പോൾ വീണ്ടും പുതുതായി പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതുതായി അത് അച്ചടിച്ചുകൊണ്ട് പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ആ മൻസൂഹായതാണെങ്കിൽ, ദുർബലപ്പെടുത്തപ്പെട്ടതാണെങ്കിൽ എന്തുകൊണ്ടത് വീണ്ടും അവർ പുനഃപ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നു? അപ്പൊ കെ എം മൗലവി പറയുന്നു സദാചാരമാണ്, ഇവന്മാര് പറയുന്നു അനാചാരം ഹറാമാണ്. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല വെറുതെ വിടൂല. ഈ മൗലവിയാക്കളെ ഒരിക്കലും തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വെറുതെ വിടൂല. അവന്റെ മഹ്ശറിൽ വിചാരണ വരുന്നുണ്ട്. ആ വിചാരണയിൽ അല്ലാഹു ചോദിക്കും, എന്റെ ദീനിൽ സുന്നത്തായ സദാചാരമായ കാര്യത്തെ അനാചാരമെന്നും ഹറാമെന്നും മുദ്ര കുത്തിക്കൊണ്ട് പാവപ്പെട്ട മുസ്ലിമീങ്ങളെ നല്ല ഇബാദത്തുകളിൽ നിന്ന് നിങ്ങൾ ഒരുപാട് നിങ്ങളുടെ അനുയായികളെ നിങ്ങൾ ഇത് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അവരെ നല്ല ഇബാദത്തുകളിൽ നിന്ന് അവരെ മാറ്റിയില്ലേ എന്ന് അല്ലാഹു ചോദിക്കും. അപ്പൊ ആ ചോദ്യത്തിന് മറുപടി കൊടുക്കാൻ അവർക്ക് സാധിക്കൂല. അതായത് ഇൻഷാ അല്ലാഹ് വാക്ക് നിർത്തുകയാണ്. വാക്ക് ഉണ്ടാവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.